നാം ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളെ പേരന്റിങ് നടത്താം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ ദൈവവചനപ്രകാരം വളർത്തിയെടുക്കാമെന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. ഇന്ന് നാളെയുമായി നമ്മൾ ഈ കാര്യം കഴിയുന്നിടത്തോളം പഠിച്ച് മുന്നോട്ട് പോകണമെന്നാണ് കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയിക്കുന്നത്. നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ പേപ്പർ 2-3 ഷീറ്റ് തരാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതിതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അത് ഉടനെ വരിക ചെയ്യും. ബിൻസ് അത് എടുത്തുകൊണ്ട് വരാമെന്ന് എത്തിയിരുന്നതാണ്. അദ്ദേഹം അത് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ സമയം കളയണ്ട, നമുക്ക് ആരംഭിക്കാം. പേപ്പർ വരുന്നതിന്റെ അനുസരിച്ച് നമുക്ക് എഴുതി നോട്ടുകൾ അതിൽ രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ പരമമായ ലക്ഷ്യമാണ് ഭൂമിയിൽ ദൈവിക സന്തതി വർദ്ധിച്ച് വരിക. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണാം, നമ്മൾ ഈ പുസ്തകത്തിലൂടെ ഉടനീളം സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് ആഗ്രഹിക്കുന്നത്. വളരെ വേഗത്തിൽ വേദപുസ്തകം തുറന്ന് വായിക്കുന്നവർ വായിക്കുന്ന നിലയിൽ ആവശ്യമുള്ളതായ ഒരു പഠനമാണിത്. നമുക്കറിയാം, കർത്താവ് എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ആദ്യമായി അരുളി ചെയ്തത് 27-ാമത്തെ വാക്യത്തിലാണ്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം വ്യക്തമാക്കുകയാണ്. അതിന്റെ 28-ാം വാക്യത്തിൽ, 1-28 വാക്യം ഒരാൾക്ക് നോക്കാം. മനുഷ്യനെ സംബന്ധിക്കുന്ന ദൈവിക ഉദ്ദേശം ആദ്യമായി തിരുവഴുത്തിൽ കാണുന്നത് 28-ാം വാക്യത്തിലാണ്. നമുക്കറിയാം, നമ്മൾ ഈ വാക്യങ്ങളെ കുറിച്ച് ആഴമായ ഒരു പഠനം നടത്തി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയില്ലെങ്കിലും കഴിയുന്നിടത്തോളം ആത്മാർത്ഥമായി നമുക്ക് അതിനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യൻ സന്താന പുഷ്ടിയുള്ളവരായിരിക്കണമെന്ന് കേട്ടോ. മനുഷ്യൻ സൃഷ്ടിച്ചു കഴിഞ്ഞ ഉടനെയുള്ള ആ താല്പര്യം ധാരാളം മക്കൾ ഉണ്ടാകാൻ തക്കവണ്ണം റിച്ച് ആയിരിക്കണം മനുഷ്യന്റെ നാട്ടിലെ സന്താന പുഷ്ടി എന്ന് പറയും. 1, 2, 3 അല്ല, വളരെ മക്കൾ, ധാരാളം മക്കൾ. നമുക്കറിയാം, 127 സങ്കീർത്തനത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവാക്കിയെ കുറച്ചുകൂടി വ്യക്തമാക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മക്കൾ ദൈവത്തിന്റെ ദാനം, ഉദരഫലം, അവിടുത്തെ അനുഗ്രഹം. നമ്മളിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മക്കൾ ഉണ്ടാകുന്നത് ഒരു ശാപം എന്നാണ് പലരും ധരിക്കുന്നത്. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എന്താണ്? മക്കൾ ഉണ്ടാകുന്നത് ശാപം എന്ന് പറയുന്ന ഒരു തലമുറയിലാണ്. നമുക്കറിയാം, ധാരാളം വിവാഹങ്ങൾ, കുടുംബജീവിതങ്ങളുടെ ലോകത്തുണ്ട്. അനേക കുടുംബങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണെന്നറിയാമോ? നമുക്ക് ഒന്നിച്ചു കഴിയാം, പക്ഷെ മക്കൾ ഉണ്ടാകാൻ പാടില്ല. ശരിയല്ലേ ഇത്? അമേരിക്കയിലൊക്കെയാണ് എല്ലാ ദോഷവും ആരംഭിക്കുന്നത്. ലോകത്തോടങ്ങ് പടരുകയാണ്. ഒന്നിച്ചുകൂടി ഇങ്ങനെ താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അവർ പറയും, എഗ്രിമെന്റ് എന്താണ്? മക്കൾ ഉണ്ടാകാനായിട്ട് പാടില്ല. എന്നാലും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ നിർദ്ദേശം എന്താണ്? ധാരാളം മക്കൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, ധാരാളം മക്കൾ ഉണ്ടാകണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം, യാതൊരു സംശയവും. ഇതെന്ന് പറയുകയാണ്, യൗവനത്തിലെ മക്കൾ എങ്ങനെയാണ്? 127 സങ്കീർത്തനം വായിച്ചാൽ നിങ്ങൾ തോന്നു നോക്കിയാൽ എങ്ങനെയാണെന്നാ പറയുന്നത്? യൗവനത്തിലെ മക്കൾ. വയസ്സായി 50 വയസ്സോ 60 വയസ്സോ കഴിഞ്ഞ് യാദൃശ്യമായിട്ടുണ്ടാകുന്ന ഒരു കുഞ്ഞിനെ കുറിച്ചല്ല അവിടെ ദൈവം പറഞ്ഞത്. 127 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ പരിപാടി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം, നിങ്ങളുടെ ഒരു നോട്ട് ഇപ്പോൾ തരും. ആ നോട്ടിൽ നിങ്ങൾ ഇവിടെ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന വേദഭാഗം നിങ്ങൾ ഒരു പേജ് മറിച്ചെടുക്കണം. നിങ്ങളുടെ കിട്ടുന്ന, അതായത് അതിന്റെ 2-ാം പേജിലാണ് വിവാഹം കൊണ്ടുള്ള ദൈവിക ഉദ്ദേശം എന്നുള്ളതാണ്. അത് അടിച്ചത് ചിലപ്പോൾ തെറ്റിപ്പോയി എനിക്ക് തോന്നുന്നു. സാരമില്ല. 1-ാമത്തെ പേജ് ഇതായിരുന്നു വരേണ്ടിയത്. വിവാഹം കൊണ്ടുള്ള ദൈവിക, അതെ, വേണമെങ്കിൽ അതൊന്ന് സ്റ്റേപ്പിൾ മറിച്ചെടുക്കാൻ വേണ്ട, അങ്ങനെ ഇരുന്നോളൂ, കുഴപ്പമൊന്നും. നമ്മൾ ഒരു പേജ് മറിച്ചിട്ട് പിന്നെ തിരിച്ചു വന്നാണ്. വിവാഹം കൊണ്ടുള്ള ദൈവിക ഉദ്ദേശം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വിവാഹം കൊണ്ടുള്ള ദൈവിക ഉദ്ദേശം? ധാരാളം മക്കൾ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് മാറിയപ്പോൾ കാര്യങ്ങൾ ഇച്ചിരി മാറി.
അതിന്റെ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുമ്പോൾ എന്താണ് ഏകാന്തത മാറ്റുവാനായിട്ടാണ് വിവാഹം എന്ന് പിന്നീട് കാണാനായിട്ട് സാധിക്കും. 2:18. ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് മതി. അപ്പൊ തുണ ഉണ്ടാകുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഉദ്ദേശം. വിവാഹം സംബന്ധിക്കുന്ന അതോ ധാരാളം മക്കളുണ്ടാകുക എന്നുള്ളതായിരുന്നു. അപ്പൊ ചോദ്യം ഒരിക്കലും തുണ ഉണ്ടാകാതെ എങ്ങനെ മക്കളുണ്ടാകും? എനിക്കറിയാം. പക്ഷെ വേദപുസ്തകം തുറക്കുമ്പോൾ ആദ്യം ദൈവത്തിന്റെ ഉദ്ദേശം കാണുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവ ഉദ്ദേശം എന്താണ്? അവന് ധാരാളം മക്കൾ ഉണ്ടാകണം. ആരും വന്ധ്യരായിരിക്കാനായിട്ട് പാടില്ല. ആരും വന്ധ്യത ദൈവം ആഗ്രഹിച്ചില്ല. സന്താന പുഷ്ടി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ ഉദ്ദേശം. അപ്പോൾ അത് സാധിക്കാനായിട്ട് ദൈവം 2ാമത്തെ ക്രമീകരണം ചെയ്തു. ദൈവത്തിന്റെ വലിയ ഉദ്ദേശം സാധിക്കുവാൻ ദൈവം 2ാമത് ക്രമീകരണം എന്ത് ചെയ്തു? മനുഷ്യനെ ഒരു തുണയുണ്ടാക്കണം. അവിടെ പറയുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, തക്ക ഒരു തുണയുണ്ട്, ഒരു ഹെൽപ്പ് മേറ്റ് വേണം. മനുഷ്യന് ഏകാന്തത വലിയ പ്രശ്നമാണ് അല്ലേ? നമുക്ക് കുടുംബത്തിലേക്ക് വരാം. കുടുംബത്തിൽ നമ്മളെങ്ങനെയാണ് ജോലിയെല്ലാം കഴിഞ്ഞ് ഓടിച്ചെന്ന് വീട്ടിൽ ചെന്ന് ഭാര്യയുടെ അടുത്തിരിക്കാനും അല്ലെ സംസാരിക്കാനും ഒരു ചായ വാങ്ങിച്ചു കുടിക്കാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താണ്? പുരുഷനെ അങ്ങനെ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താണ്? പുരുഷനെ ആദ്യം സൃഷ്ടിച്ചു. ആദമാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. ആദത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആദം ജീവജാലങ്ങൾക്ക് എല്ലാം പേരിട്ടു. എല്ലാം അവന്റെ മുന്നിൽ കൂടെ കടന്നുപോയി. ഇതുപോലെ ബുദ്ധിമാനായ ഒരു മനുഷ്യനില്ലായിരുന്നു. എല്ലാത്തിനും ആദം പേരിടുകയാണ്. പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് അവന്റെ മുഖത്ത് എന്തൊരു മ്ലാനത കണ്ട ദൈവത്തിന്റെ 2ാമത്തെ സത്യം പ്രഖ്യാപിക്കുകയാണ്. എന്താണ്? ഈ ഏകാന്തത മനുഷ്യന് പറ്റിയ പരിപാടി അല്ല. അതുകൊണ്ട് അവന് ഞാൻ തക്ക തുണയെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ താമസം ആരംഭിക്കുകയാണ്. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ 1-ാമത്തെ വായിച്ച 1:28 കാര്യത്തിൽ നമ്മൾ വീണ്ടും 126 സങ്കീർത്തനത്തിലോട്ട് വന്നപ്പോൾ എന്താണ് കണ്ടത്? മക്കള് യഹോവ നൽകുന്ന അവകാശമാണ്. കാരണം എന്താ അവകാശം? നമ്മളോട് ഒരാളൊരു കാര്യം തരാമെന്നും നമ്മളെ ഒരു കാര്യം ഉദ്ദേശിച്ച് വലിയ മനുഷ്യന്റെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? അത് നമുക്ക് അവകാശപ്പെടാം അല്ലേ? ഇപ്പം എന്നോട് ഒരാൾ പറഞ്ഞൊരു കാര്യം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കനുസരിച്ച് നമുക്ക് പറയാം അങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടേ തരേണ്ടത്. അപ്പോൾ നിശ്ചയമായിട്ടും മക്കൾ ഒരു അവകാശമായിട്ടിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയും. നിങ്ങൾക്ക് ഈ നോട്ടിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് കുറിച്ചിടാം. ശരി, അപ്പോൾ നമുക്ക് തിരികെ വരാം. ഇന്ന് കാണുന്ന ഈ വാക്യങ്ങളെല്ലാം വിലയേറിയതാണ് കേട്ടോ. നമുക്ക് അവകാശപ്പെടുവാനുള്ള വാക്യങ്ങൾ ഇതിനകത്തുണ്ടല്ലേ. നമുക്ക് ചോദിക്കാൻ ദൈവത്തോട്, മക്കൾ ഒരു അവകാശമാണ് എന്ന് നീ പറഞ്ഞിട്ടില്ലേ എന്നോട് ചോദിക്കാൻ സാധിക്കും ഈ വാക്യം അല്ലെ? മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരബലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. എന്നിട്ട് പറയുകയാണ്, വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആവതാരിക നനച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഈ ദൈവവചന സത്യം അനുസരിച്ച് മക്കൾ ഉണ്ടാകാൻ തുടങ്ങേണ്ട ഏത് പ്രായത്തിലാണ്? ന്യായമായിട്ട് പറഞ്ഞാല് ഇന്ന് നമ്മൾ പറയും വിവാഹം കഴിക്കുമ്പോൾ എല്ലാം നമ്മൾ ഈ കാലഘട്ടത്തെ നോക്കിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ദൈവത്തെ നോക്കിയല്ല. സമൂഹം എങ്ങനെയാണ്, ഇന്നത്തെ അവസ്ഥ എന്താണ്, ലോകം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ വ്യവസ്ഥ. പക്ഷെ ഇവിടെ പറഞ്ഞിട്ട് നോക്കുക, യൗവനത്തിലെ മക്കളാണ് എന്നാണ് പറഞ്ഞത്. എപ്പോൾ യൗവനം ആരംഭിക്കുന്നുവോ അപ്പോൾ മക്കൾ ഉണ്ടാകാനും ആരംഭിക്കുന്നു. ഒരാൾ ഇങ്ങനെയാണ് പറഞ്ഞത്, എപ്പോൾ യൗവനമായോ അപ്പോൾ മക്കളുണ്ടാകാനും തുടങ്ങണം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ദൈവത്തിന്റെ പരിപാടി. ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം. മനുഷ്യന്റെയോ ലോകത്തിന്റെയോ അല്ലെങ്കിൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുടെയോ തത്വചിന്തകന്മാരുടെയോ അല്ലെങ്കിൽ വലിയ മെഡിക്കൽ ആളുകളുടെയോ ഒന്നും തീരുമാനങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ദൈവിക തീരുമാനമാണ്. അതാണ് വിശ്വാസ ജീവിതം. നിശ്ചയമായിട്ടും ഈ കാര്യമൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരി, നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞു വിവാഹമുള്ള ദൈവിക ഉദ്ദേശം എന്താണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് മിനിമം 2 കാര്യം നമ്മൾ പറഞ്ഞു. അതെ, സന്തതി ഉണ്ടാവുക അല്ലെ. നോക്ക്, അതിന്റെ 3ാമതാണ് ഞാൻ ദൈവസന്നിധിയെ നേടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എഴുതിയിരിക്കുന്നതായി. അവിടെ മലാക്കി പ്രവചനം 2:15 വീണ്ടും കാണാനായിട്ട് സാധിക്കും. എന്താണ് അവിടെ നിങ്ങൾക്ക് എഴുതാം. ഉൽപ്പത്തി പുസ്തകം 1:28 മലാക്കി 2:15 ഉൽപ്പത്തി 1:28 കൂടെ എഴുതി വെക്കും. ഇവിടെ നോക്കുക, ധാരാളം സന്തതി ഉണ്ടാകുക എന്ന ദൈവത്തിന്റെ താല്പര്യമായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ചതിന് മുമ്പിൽ നമ്മൾ കണ്ടു. നമുക്ക് നോക്കാം, മലാക്കി പ്രവചനത്തിലോട്ട് പോകുമ്പോൾ കുടുംബജീവിതത്തെ കുറിച്ചുള്ള കർത്താവിന്റെ പ്രത്യേക താല്പര്യം എന്തുകൊണ്ടാണ് എന്നവിടെ പറയുകയാണ്. നോക്കുക, 2:14, 15, 16 വാക്യങ്ങൾ ഒരാൾ വായിക്കും.
എന്നാൽ അതെന്തുകൊണ്ടെന്ന് ചോദിക്കുന്നു. യഹോവ നിനക്ക് നീ അംശം കാണിച്ചിരിക്കുന്ന നിന്റെ യവനത്തിലെ ഭാര്യയ്ക്കും അതേ സാക്ഷിയായിരുന്നുകൊണ്ടോ തന്നെ അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ രഥഭക്തിയും അല്ലയോ. ദേശം പോലെ സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തർ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തർ എന്ത് ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുക. എന്റെ യവനത്തിലെ ഭാര്യയുടെ ആര് അംശത്തെ കാണിക്കുന്നത്? ഞാൻ ഉപേക്ഷ വെറുക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്തു. അത് ചെയ്യുന്നവൻ തന്നെ വസ്ത്രം മതി മതി മതി. ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ഈ 2-ന്റെ 14, 15, 16 വാക്യങ്ങളിൽ പറയുന്ന ഒരു കാര്യം കുടുംബജീവിതത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലെ. എന്താണ് സംഭവം? ഭാര്യയെ ഉപേക്ഷിക്കുന്ന ചിത്രമാണ് ഇവിടെ അല്ലെ. ഭാര്യ ദേവാലയത്തിന്റെ ഭൂമുഖത്ത് കണ്ണീർ വാർത്ത് നിൽക്കുമ്പോൾ യഹോവ അരുളി ചെയ്യുന്നു, യഹോവയെ ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു, ഡിവോഴ്സ് വെറുക്കുന്നു എന്ന് പറയുന്ന ഒരു ഭേദഭാവമാണ്. ഡിവോഴ്സ് ആകാമോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ട് വേദപുസ്തകം എന്ന് പറയുന്നു ഡിവോഴ്സ് പാടില്ല. ക്രിസ്ത്യാനിക്ക് ഡിവോഴ്സ് പാടില്ല എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ ഒരിക്കലും എന്ന് ചോദിച്ചു മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അവർ ഫോണിൽ വെറുതെ ഈ 2-ന്റെ ചുറ്റുപാടും ഡിവോഴ്സ് ആകാമോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് കർത്താവ് പറഞ്ഞത്? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കുന്നത്. നമുക്കറിയാം വേദപുസ്തകം പഠിച്ചാൽ 2 തരം ബില്ലുണ്ട് ദൈവത്തിന്റെ. ഒന്ന് പെർഫെക്റ്റ് ബില്ല, അത് ദൈവം ആദ്യമേ പറയും. പിന്നീട് മനുഷ്യന്റെ താല്പര്യത്തിന്റെ പേരും മനുഷ്യൻ കാലഘട്ടം എങ്ങനെയാണ്, സാഹചര്യം എങ്ങനെയാണ്, ക്ലേശമുണ്ട്, ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ആ ശരി എന്നുള്ള നിലയിൽ പെർമിസീവ് ബില്ല് അനുവദിക്കും. ഏതാണ് ഇതിനകത്ത് അനുഗ്രഹം? പെർഫെക്റ്റ് ബില്ല്. ദൈവത്തിന്റെ പെർഫെക്റ്റ് ബില്ലിൽ ഉപേക്ഷണം എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. ഉടനെ അവൾ ചോദിച്ചു, മോശ ഉപേക്ഷണം മാത്രം എഴുതി കൊടുത്തിട്ട് അവളെ ഉപേക്ഷിക്കുവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയ കാടിൽ നിന്നത്രേ മോശ ഇങ്ങനെ കൽപ്പിച്ചത്. അത് മത്തായി 19 നിശ്ചയമായിട്ടും ഡിവോഴ്സ് കർത്താവ് വെറുക്കുന്നു. കാരണം എന്താണ്? ദൈവം ഒരു കുടുംബജീവിതത്തിൽ കൂടി ദൈവിക സന്തതിയെ അന്വേഷിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? 1:28 ഭൂമി എങ്ങും വർദ്ധിച്ചു പെരുകി നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലും ആകാശത്തിലും ഭൂമിയിലുള്ള ജീവജാലങ്ങളെയൊക്കെ ഭരിച്ച് ദൈവിക കാര്യപരിപാടി നടത്തുവാനായിട്ടാണ് ആദ്യമായി മനുഷ്യനെ സൃഷ്ടിച്ചതും അവന്റെ സന്തതി വർദ്ധിച്ചു വരണമെന്ന് തിരിഹിതം ഉണ്ടായതും ഡയറക്റ്റ് വിൽ ഉണ്ടായത്. പിന്നീട് പാപം സംഭവിക്കുകയാണ്. 3-ാം അധ്യായത്തിൽ പാപം സംഭവിച്ചുവെങ്കിലും ദൈവത്തിന്റെ കാര്യപരിപാടിക്ക് യാതൊരു മാറ്റവും വന്നില്ല. ഇപ്പോഴും ദൈവം എന്ത് ചെയ്യുകയാണ്? ദൈവിക സന്തതിയെ അന്വേഷിക്കുന്നത്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ എത്ര കുഞ്ഞുങ്ങളുണ്ടാകുന്നു അത്രയും ദൈവം കാക്ഷിക്കുന്നു എന്നാണ് വേദപുസ്തകം നമ്മെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വീരന്റെ കയ്യിലെ അസ്ത്രം പോലെയാണ് യൗവനത്തിലെ മക്കൾ. അവൻ അതിനെക്കൊണ്ട് ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. എന്താണ്? നമുക്കറിയാം, നമ്മൾ പഴയ യുദ്ധകാലത്തേക്കുള്ള പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ചിത്രങ്ങളൊക്കെ, പെയിന്റിംഗ് കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ അമ്പും വില്ലുമായിട്ട് പോകുന്ന ആ യുദ്ധവീരന്റെ പുറകിൽ ഒരു പൂണി കാണും അല്ലേ. ആ പൂണിയിൽ എത്ര അസ്ത്രങ്ങൾ ഏകദേശം കാണും? 2 പോവോ? ശത്രുവിനെ നേരിടാൻ പോവുക, നഗരവാദത്തിൽ ശത്രുവിനെ എഴുതാനായിട്ട് പോകും. അപ്പോൾ എത്രമാത്രം അമ്പായിരിക്കുന്നത്? ഒരു വലിയ കരുത്തനായ ശത്രുവിനെയാണ് നേരിടേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പൂണിയിൽ എങ്ങനെ കാണും അമ്പ്? നിങ്ങളൊരു വാക്ക് പറയാം, എങ്ങനെയായിരിക്കും പൂണിയിൽ അമ്പിരിക്കുന്നത്? പൂണി അതിനാർക്കും സംശയമില്ല. പൂണി നിറയെ എതിർ കഥാ പറഞ്ഞത് അവയെ കൊണ്ട് ആവനാഴിക നിറയ്ക്കുന്ന, അതാണ് പൂണി. പൂണി നിറയ്ക്കുന്ന മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനാണ് ഇത് പണത്തെ കാര്യമായിട്ടാണ് ഇത് പറയുന്നത്. ഇന്ന് ആളുകൾ കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കും. അതുകൊണ്ടാണ് വേദപുസ്തകം ഒരു സ്ഥലത്തൂടെ പറഞ്ഞു പോകുമ്പോൾ ആളുകൾ വേദപുസ്തകത്തെ വിശ്വസിക്കാത്തതും അത് അത്രയും ശരിയല്ല എന്നും അതിനകത്ത് കുറെ തെറ്റുകളുണ്ടെന്നൊക്കെ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തെ അനുസരിക്കാൻ കൂട്ടാകാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന മനുഷ്യരും അവനെ പ്രോത്സാഹിപ്പിക്കുന്ന പിശാചും കൂടി ദൈവിക കാര്യപരിപാടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തകിടം മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സത്യം പറയാണ്, എനിക്ക് 10 or 12 മക്കളൊന്നുമില്ല, 2 മക്കളെ ഉള്ളൂ, അത്രേ ഉണ്ടായുള്ളൂ. നിശ്ചയമായിട്ട് ഞാൻ പറയട്ടെ. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? അതിന് യാതൊരു മാറ്റവും. എന്നെ കേൾക്കുന്ന വിവാഹം കഴിക്കാത്ത കുഞ്ഞുങ്ങൾ, യുവാക്കള് വിവാഹിതരാണോ എന്ന് ആഗ്രഹിക്കുന്നതോടെ ഞാൻ പറയുന്നത്, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാനുള്ള ഏറ്റവും നല്ല വ്യവസ്ഥയാണ്. ദൈവം തരുന്നിടത്തോളം മക്കൾ, നിങ്ങൾ അതിനുവേണ്ടി യാതൊരു കുറുക്കുവഴിയും അന്വേഷിക്കരുത്. ദൈവം തരുന്നിടത്തോളം മക്കൾ വേണം എന്ന് തിരുവെടുത്തുകൾ കണ്ടിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ആരംഭിക്കുന്ന കുടുംബത്തെ ആരനുഗ്രഹിക്കും? ഈ പുരുഷനെയും സ്ത്രീയെയും ദൈവം എന്തെന്നാണ് പറഞ്ഞേക്കുന്നത്? അവരെ അനുഗ്രഹിച്ചിട്ടാണ് പറഞ്ഞത്, വർദ്ധിച്ചു പെരുകി ഭൂമിയിലേക്കും നിറയുകയും എന്ന് പറഞ്ഞത്. ഈ അനുഗ്രഹം ആരുടെ മേലാ ഉള്ളത്? ദൈവത്തെ അനുസരിക്കുന്നവരുടെ മേലാണ് എന്നുള്ളത്. അനുഗ്രഹം ഉണ്ടാകുക എന്നുള്ളതിനെ കുറിച്ച്
യാതൊരു സംശയവും. നമുക്ക് 28-ാം വാക്യം തുടങ്ങുന്നത് എന്താണ്? 1:28 ഞാൻ ആമുഖമായിട്ട് പറയുന്നത് വളരെ ശക്തമായിട്ട് പറയും. ഇത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. 1:28 എന്താണ് പറയുന്നത്? തുടങ്ങുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? അവരെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് പറയുക? ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂജല ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് ദൈവാനുഗ്രഹം ഏത് വിഷയത്തിന്മേൽ ആദ്യം ദൈവം 2 കരവും ഉയർത്തി മനുഷ്യനെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഏതിന്റെ പേരിലാണ്? വേദപുസ്തകത്തിൽ നിങ്ങളെ ഇരിക്കുന്ന ബൈബിളിൽ ആദ്യമായി ദൈവം 2 കരങ്ങൾ ഉയർത്തി മനുഷ്യനെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഏത് വിഷയത്തിന്മേലാണ്? ദൈവത്തിന്റെ വചനം കാണുമ്പോൾ ഒരു ആവേശമൊന്നും ഇല്ലല്ലോ. കാരണം നമ്മളെല്ലാം കഴിവ് കൂട്ടി വീഴറിയുന്നവർ ഒന്ന് അങ്ങോട്ട് കൊണ്ട് ഇങ്ങോട്ട് വായിച്ചിരിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ നല്ല ചൂടും ഉണ്ടാകും, ഉണ്ടാകില്ല. പക്ഷെ ദൈവത്തിന്റെ ഹിതം ഇതാണ്. ഒരു കാരണവുമില്ല ദൈവത്തെ മറുതലിക്കുവാൻ മനുഷ്യന് യാതൊരു കാരണവുമില്ല എന്ന് വേദപുസ്തകം പറയുന്നു. നമ്മൾ വേദപുസ്തകത്തിലാണ് നോക്കുന്നത്. മനുഷ്യബുദ്ധി ദൈവത്തിനും ദൈവത്തിന് യഹോവയ്ക്കെതിരെ ബുദ്ധിയുമില്ല, ആലോചനയും ഇല്ല എന്നാണ്. ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചിരിക്കുന്നത് മക്കളെ അനുഗ്രഹിക്കാം, സന്താനപുഷ്ടിയുള്ളവരായി നിങ്ങളെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഭക്ഷണം കിടന്ന് ചെറുക്കായി പിടിച്ചുകൊണ്ട് നടക്കുന്നതാണോ? മുന്നോട്ടൊക്കെ വായിച്ചു പോകുമ്പോൾ നീതിമാന്റെ സന്തതി ഈ വാഗ്ദത്തങ്ങൾ, അല്ലെ നമുക്ക് പാട്ട് പോലും ഉണ്ട്. വാഗ്ദത്തങ്ങൾ എത്ര എത്ര വാഗ്ദത്തങ്ങൾ, വാഗ്ദത്തങ്ങളെ നമുക്ക് 100 ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് വിഷയങ്ങൾ കൂടുതൽ. പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആദ്യം ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിരുന്നു, പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? എന്തൊക്കെയാ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ക്രിസ്തുയേശുവിൽ അത് ഉവ്വ് ഉവ്വ് എന്നാണ് എന്ന് പറഞ്ഞാൽ അത് ചോദിച്ച് ഓർമ്മിക്കുന്നതിന്റെ പേരാണ് എന്ത്? പ്രാർത്ഥന. മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കുണ്ടായ കുഞ്ഞുങ്ങൾ, ഇനി ഉണ്ടാകാനുള്ള കുഞ്ഞുങ്ങൾ, വിവാഹം കഴിക്കാനിരിക്കുന്നവർക്ക് ദൈവം നൽകാനിരിക്കുന്ന കുഞ്ഞുങ്ങൾ വാഗ്ദത്ത സന്തതികളാണോ? ദൈവം അനുഗ്രഹിച്ച, ദൈവം വാക്കു പറഞ്ഞ വാഗ്ദത്ത സന്തതികളാണ്. അവരെ നോക്കി നമുക്ക് പുഞ്ചിരിക്കാം. നമ്മുടെ പരിപാടി എന്നത് ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പരിപാടി കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തി അവരെ സുവിശേഷത്തിനും ലോകത്തേക്ക് ഇടക്കാൻ. ഞാൻ പറയുന്നു, ഞാനിപ്പോഴും പറയുന്ന ഒരു അരുമ സ്നേഹിതനുണ്ട്, ബ്രേസ് മാത്യു എന്ന് പറയുന്നത്. അദ്ദേഹം വലിയൊരു സ്ഥാനത്തിരുന്ന മനുഷ്യനാണ്, വളരെ സമ്പന്നനായ വ്യക്തിയുടെ മകനുമാണ്. പക്ഷെ അദ്ദേഹം സമ്പത്തിലോ തന്നെ തൊഴിലോ ഒന്നും ആഗ്രഹിക്കാതെ അദ്ദേഹം ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ദൈവം കൊടുത്ത കുഞ്ഞുങ്ങളെ എല്ലാം 5 കുഞ്ഞുങ്ങളുണ്ടായി. എന്നെ കഴിഞ്ഞ ഇളയാളാ 5 മക്കളുണ്ടായി. ആ 5 കുഞ്ഞുങ്ങളുമായി നേപ്പാളിന്റെ മലനിരകളിൽ അസൗകര്യങ്ങളുള്ള, അത് രക്ഷിക്കപ്പെടുവാൻ അനേക ആയിരങ്ങളുള്ള ആ നേപ്പാളിന്റെ മലനിരകളിൽ പരിമിതമായ സൗകര്യത്തോട് പോയി കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. സന്തോഷത്തോടെ. ഭക്ഷണവും ഒക്കെ വളരെ കുറവാണ്. ചില സമയങ്ങളിലൊക്കെ ഭക്ഷണം പോലും കഴിക്കാനില്ല. ഒരു പക്ഷേ ഈ 5 കുഞ്ഞുങ്ങളെ പരിമിതമായിട്ട് ആരെങ്കിലും കൊടുക്കുന്ന 2ാം കിട വസ്ത്രങ്ങൾ, ആരെങ്കിലും ധരിച്ചിട്ട് കഴുകി ഉണങ്ങി കൊടുക്കുന്ന വസ്ത്രങ്ങൾ അവിടെ ഞങ്ങൾ അയച്ചു കൊടുക്കും. അവരോട് വസ്ത്രം ശേഖരിക്കും, വെറുതെ കളയരുത്. ആ കുഞ്ഞുങ്ങളൊക്കെ ഇടുന്നത് 2ാം കിട വസ്ത്രമാണ്. ഏറ്റവും സൂപ്പർ ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രം മേടിച്ച് ധരിപ്പിക്കുവാൻ കഴിവുള്ള ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വല്ലവരൊക്കെ ഇട്ടിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന വസ്ത്രം മേടിച്ചത് ധൈര്യമായിട്ട് അദ്ദേഹം ഇടുന്നത് അത്തരം വസ്ത്രങ്ങളാണ്. അയാൾക്കൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്താണ്? വർദ്ധിച്ചു വരികി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി ആകാശത്തിലെ പറവുകളുടെ മേലും ഭൂമിയിലെ ഇടജാതിയുടെ മേലും സമുദ്രത്തിലെ മത്സ്യത്തിന്റെ മേലും വാഴണം. നിങ്ങൾക്ക് എങ്ങനെ വാഴുക? ഞാൻ പറയട്ടെ, ഇത് പറഞ്ഞു പോയാൽ തന്നെ ഇന്നത്തെ സമയത്ത് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാണ്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. കർത്താവിനായിട്ട് വേർപെട്ട ജീവിതങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ മുട്ടുമടക്കി ആകാശത്തോട് നോക്കി ദൈവത്തിന്റെ ഹിതം നിറവേറുവാനാണ് പ്രാർത്ഥിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ സമൃദ്ധിയും സമ്പത്തും പെരുകണമേ എന്നല്ലവർ പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ച കാര്യം സാധിക്കും. ഞാൻ പറയുന്നത് മിടുക്കന്മാർ കുഞ്ഞുങ്ങളാണ്. അവരൊക്കെ വലിയ മിഷണറിമാരായിട്ട് മാറും. ഞങ്ങളൊക്കെ അത് മനസ്സിൽ നോക്കി ഇങ്ങനെ കാത്തിരിക്കുക. അവർ പരിശീലനം സ്കൂളിൽ വിടത്തില്ല, ഹോം സ്കൂളിംഗ് കൊടുക്കുകയാണ്. അവർ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഭാര്യ പുറത്താണ്. കുട്ടികൾക്ക് ഹോം സ്കൂളിംഗ് കൊടുക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? അവിടെ ചെന്ന പഠനാനുവാദം, സാമ്പത്തിക ശാസ്ത്രം, അല്ലെ ഈ കുട്ടികളുടെ രാഷ്ട്രീയം, പുതികാലഘട്ടമൊക്കെയാണ് കോളേജിലൊക്കെ പഠിക്കുന്നത്. അദ്ദേഹം ദൈവത്തിന്റെ അധിഷ്ഠിതമായ ഒരു കരിക്കുലത്തിൽ വിദ്യാഭ്യാസം കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെ ദൈവമഹിമയ്ക്കായിട്ട് വളർത്തും. ഈ വാഗ്ദത്തം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യും? നിലനിൽക്കുക തന്നെ ചെയ്യും. ഒടുക്കം ഞാൻ പറഞ്ഞു, ഡേവിഡ് ലിവിങ്സ്റ്റൺ മരിച്ച് ശവോടകർ ഇറങ്ങുന്ന സമയത്ത്
ഒരുമിച്ച് പഠിച്ച ഡോക്ടർമാർ ഒരാൾ ലോകത്തെ സേവിക്കാൻ പോയി. ആ കുറ്റബോധവും നിരാശയും കൊണ്ട് ഭ്രാന്തനെ പോലെ ആടി ഉലഞ്ഞ് ഒരുവന്റെ ജീവിതം അവസാനിച്ചപ്പോൾ മറ്റവന്റെ ജീവിതം പൂർണ്ണമായി ഹോമയാഗമായി കർത്താവിന്റെ യാഗപീഠത്തിൽ അർപ്പണം ചെയ്താണ്. കർത്താവിനെ കുറിച്ച് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായ നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കും. നിങ്ങൾക്ക് ദൈവം തന്ന മക്കളെയും സമർപ്പിക്കും. ഇതാണ് മക്കൾ ഉണ്ടാകുന്ന ഉദ്ദേശം. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ നോക്കുക, 1-ാം അധ്യായത്തിലുള്ള കാണും. മലാഖിയിൽ വന്നപ്പോൾ പഴയ നിയമം തീരുകയാണ്. ദൈവജനം അധപ്പതിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ദൈവം വ്യവസ്ഥയിൽ വെച്ചിട്ടില്ലാത്ത രീതിയിൽ കുടുംബ ബന്ധങ്ങളൊക്കെ ആടി ഉലഞ്ഞു. വിവാഹ ജീവിതങ്ങൾ അവിശ്വസ്തത പെരുകി. ഭാര്യയെ ഉപകരണമായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. ആ സമയത്ത് പുരുഷന്മാരെന്ത് ചെയ്തു? ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റു വ്യക്തിയെ വിവാഹം കഴിക്കുന്ന താല്പര്യത്തിലായി. ജടില മോഹങ്ങൾക്ക് വേണ്ടി വിവാഹം തരം താണു. ആ സമയത്ത് ദൈവം മലാഖി 2:5 പറയുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു എന്നാണ്. അതുകൊണ്ട് ഞാൻ ഉപേക്ഷ വരുന്നു. സ്നേഹിച്ച് ഭാര്യയുടെ കൂടെ വീണ്ടും യഥാസ്ഥാനപ്പെട്ട് ദൈവം ഉദ്ദേശിച്ച കാര്യം സാധിപ്പിക്കണം എന്ന് ശരി. നമുക്ക് ഞാൻ വീണ്ടും വിവാഹമുള്ള അടിസ്ഥാനപരമായ ഉപദേശം പറഞ്ഞു. അതുപോലെ നമ്മൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പരസ്പരം ആനന്ദിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നതാണ്. ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. ഒരു പക്ഷേ കുടുംബജീവിതത്തിന്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 2 പോയിന്റുകൾ കൂടുതൽ ശക്തമായിട്ട് നമ്മൾ സംസാരിക്കും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവമഹത്വത്തിനായിട്ട് വളർത്താമെന്നാണ് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശരി, വിവാഹമുള്ള ദൈവ ഉദ്ദേശം സാധിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുമ്പോൾ വിശുദ്ധ സന്തതി എന്ന് പറഞ്ഞാൽ ഹോളി സീഡ് എന്നാണ് എന്റെ അർത്ഥം. സന്തതി എന്നുള്ള വാക്ക് ബൈബിൾ തുടരെ ഇങ്ങനെ ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ പറയുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലാണ്. ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. അതെന്തിനാണ് ആ കാര്യം അങ്ങനെ ചെയ്തത് എന്നാണ് നമ്മൾ കാണുന്നത്. ദൈവിക സാരൂപ്യവും ദൈവിക ഛായയും ഉള്ള കുഞ്ഞുങ്ങളെ ദൈവം നൽകാമെന്നാണ് ദൈവം നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ പാവമിടകരെന്ന് വന്നതുകൊണ്ട് ആ കാര്യത്തിൽ അല്പം ഒരു വ്യതിയാനം വന്നെങ്കിലും മഷിയ ഇടയ്ക്ക് കയറി വന്നതുകൊണ്ട് കാര്യം എങ്ങനെയായി നമുക്ക് വീണ്ടും സന്തതിയെ കാണും. സന്തതിയെ വാഗ്ദാനം ചെയ്തു. സന്തതിയിൽ പിശാച് വിഷം കലർത്തി. മനുഷ്യനിൽ തന്നെ വിഷം കലർത്തിയത് സന്തതികളൊക്കെ എങ്ങനെയാണ് ജനിക്കുന്നത്? പാപത്തിന് കീഴാണ് ജനിക്കുന്നത്. സംശയമുണ്ട്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഒരുത്തൻ മൂലം ഒരുത്തൻ പാപം ചെയ്ത് അവന് സമമായി പാപം ചെയ്തില്ലെങ്കിൽ കൂടി ആ ഒരുവനിൽ നിന്ന് പാപം പെരുകിയിട്ട് അനേകരിലേക്ക് ആ പാപം എന്ത് ചെയ്തു? പടർന്നു. ദൈവം ഉണ്ടാക്കുന്ന സന്തതിയിൽ പാപം കലർത്തി അതിനെ മലിനമാക്കാമെന്നായിരുന്നു സാത്താന്റെ കാര്യപരിപാടി. നിങ്ങൾക്ക് മനസ്സിലായോ? അതിനാണ് സാത്താൻ ഉപായത്തിൽ തോട്ടത്തിൽ കടന്നതും അവയെ ഉപായത്തിൽ വഞ്ചിച്ചതും പദ്ധതികളെല്ലാം തകിടം മറിക്കാനാകാം. പക്ഷെ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. എന്താണ് ഹോളി സീഡ്? എന്താണ്? വായിക്കാം. നിങ്ങൾക്ക് അത് എഴുതി വെക്കാം. 33-ന്റെ ഹോളി സീഡ്. അതെന്താണത്? അതാരാണ്? സ്ത്രീയുടെ സന്തതി. സ്ത്രീയുടെ സന്തതി ആരാണ്? ക്രിസ്തുവാണ്. മനുഷ്യൻ പാപം ചെയ്ത് ദൈവിക പരിപാടിയെ നശിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ ദൈവം മറുവശത്തുള്ള പിശാചിന്റെ പദ്ധതിയെ തകർത്തുകൊണ്ട് ആരെ അയച്ചു? ഹോളി സീഡിനെ അയച്ചു. തന്റെ ഏകജാതനായ പുത്രൻ, തന്റെ മാവിൽ ഉല്ലസിച്ചിരുന്ന പുത്രൻ, പാപം കൊണ്ട് മലിനമാകാത്ത പുത്രൻ അവൻ ഭൂമിയിലേക്ക് വരിക. ആ പുത്രനിൽ ആരെ അനുഗ്രഹിക്കുകയും ആരാ പുത്രനോട് ചേരുന്നുവോ, ആ സ്ത്രീയുടെ സന്തതിയോട് ചേരുന്നുവോ, അവന്റെ യാഗത്താൽ പാപപരിഹാരം പ്രാപിക്കുന്നുവോ, വിശുദ്ധീകരണം പ്രാപിക്കുന്നുവോ, അവരിലൂടെ ദൈവത്തിന്റെ കാര്യപരിപാടി എന്ത് ചെയ്യും? വീണ്ടും മുന്നോട്ട് പോകും. അതുകൊണ്ട് കർത്താവ് വിവാഹത്തെ വളരെ ശ്രദ്ധേയവും ശ്രേഷ്ഠവുമായിട്ട് കാണുകയും വിവാഹത്തിൽ ജനിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിച്ച് ആ ഹോളി സീഡായിട്ട് കണക്കാക്കുകയും ചെയ്യും. ലോകമെങ്ങും നിറയണം, വർദ്ധിച്ചു വരികണം എന്നുള്ള പരിപാടികൾ കണ്ടല്ലോ. അതിപ്പോൾ എങ്ങനെയാണ് സാധിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു തന്റെ ക്രൂശമരണത്തിന് ശേഷം താനെ ശിഷ്യന്മാരോട് കൂടെ നിന്നിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള സമയത്ത് അവസാനമായി പറഞ്ഞൊരു വാക്കെന്താണ്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് ഈ കർത്താവിന്റെ ഉൽപ്പത്തി 1:28 കാര്യങ്ങൾ ഇങ്ങോട്ട് ഘടിപ്പിച്ച് വീണ്ടും നിവൃത്തിയാകുന്നത് കാണാനായിട്ട് സാധിക്കും. എന്താണ് ഇവിടെ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പരിപാടിപ്പെട്ടപ്പോൾ ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്. ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന വ്യക്തികളോടും കുടുംബങ്ങളോടും ആരും കൂടെ ഉണ്ട്? ഹോളി സീഡ് കൂടെ. ആരാണ് ഹോളി സീഡ്?
യേശു കർത്താവ്. യേശു കർത്താവ് നമ്മളോട് ഉള്ളിടത്തോളം കാലം ഈ പദ്ധതി മുന്നോട്ട് നടന്നു പോകുക തന്നെ. ഇത് ആര് വിശ്വസിക്കുന്നു, ഈ ദൈവത്തെ ആര് വിശ്വസിക്കുന്നുവോ, ഈ ദൈവത്തിന് സത്യങ്ങൾ ആര് ഊന്നൽ കൊടുക്കുന്നുവോ അവർക്ക് ഈ കാര്യം അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലരും കുടുംബജീവിതവും കുഞ്ഞുങ്ങളും ഭാര്യമാരും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളവരാണ്. നമ്മുടെ മുമ്പിൽ ഈ വിഷയം ദൈവം വെച്ചിരിക്കുക. ഇന്ന് രാത്രി എന്താണ് നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത്? നമ്മുടെ സന്തതിയെ, എത്ര മക്കളുണ്ട്? ഞാൻ പറഞ്ഞു ധാരാളം മക്കൾ എന്ന് പറഞ്ഞു. പക്ഷെ ധാരാളം മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ അതാരാ? ദൈവത്തിന്റെ നിശ്ചയമാണല്ലേ. ചിലപ്പോൾ 2-3 പേരെ നോക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവർക്ക് 10-16 പേരെ കൊടുക്കുമോ? കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അരിയും തുണിയുമല്ല, അതവിടെ കിടക്കട്ടെ. അവരെ ദൈവത്തിന് ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തിയെടുത്ത് ദൈവ ഉദ്ദേശത്തിന് അയക്കുവാൻ കഴിയാത്ത ആളുകൾക്ക് അധികം മക്കളെ കൊടുക്കുക. പക്ഷെ 2-3 പിള്ളേരൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ദൈവത്തിന്റെ കാര്യ പരിപാടി പ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിച്ച് ദൈവത്തിന്റെ വിശുദ്ധ സന്തതി ആക്കി എന്ത് ചെയ്യാം? യേശുക്രിസ്തുവിനോട് ചേർത്ത്, ഈ ഹോളി സ്പിരിറ്റിനോട് ചേർത്ത് വെച്ച് അവരെ രക്ഷയിലേക്ക് നയിച്ച് അവരെ ദൈവിക കാര്യ പരിപാടിക്കായിട്ട് അയക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പലപ്പോഴും പറയുന്ന അനേക കുടുംബങ്ങളിലെ എന്റെ സമപ്രായക്കാരും അത് കുറവുള്ള ആൾക്കാരും പഠിപ്പിക്കുന്ന ആളുകളൊക്കെ അവരുടെ ലക്ഷ്യത്തെ കുറിച്ച് പറയാം. കുഞ്ഞുങ്ങൾക്ക് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം നല്ല ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിച്ച് ശരിയായ ദൈവവചന സത്യങ്ങൾ പഠിപ്പിച്ച് അതിനുശേഷം മിഷൻ സ്ഥലത്തോടൊക്കെ പോകുക. ഞാൻ പറയുന്നത് എത്ര മാന്യമായ ആളുകൾ, എത്രയോ സ്ഥലങ്ങൾ നിങ്ങളെ എത്ര പേരെ കാണിക്കാം. അവരുടെ ജീവിത ലക്ഷ്യം ഈ ലോകത്തിൽ എന്തെങ്കിലും സമ്പാദിച്ചു വെച്ച് ഈ തീക്കിരയാൻ പോകുന്ന ഈ ബാബിലോണിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ട് കണ്ണീർ വാർത്ത ലോകത്തിനെ പോലെ ദൂതന്മാർ പിടിച്ചുകൊണ്ട് അല്ലെ കർത്താവിന്റെ കാവളം കേൾക്കുമ്പോൾ വലിച്ചിടിച്ച് ഇതെല്ലാം ഇവിടെ കിടക്കുന്നതായതുകൊണ്ട് പല ആളുകൾക്ക് കാവളം തെളിക്കും. കർത്താവ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചങ്കിടിപ്പാണ്. കാരണം എന്താ? ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ അല്ലെ ലോകത്താണ് ഉദാഹരണം. ലോകം എന്ത് ചെയ്തു? എങ്ങോട്ട് തിരിഞ്ഞു നോക്കി? ലോകത്ത് വളരെ വിഷമിച്ച് വേച്ചാണ് പോയത്, വലിച്ചിടിച്ച് കൊണ്ടുപോവുകയാണ്. ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ലോകത്തിന്റെ ഭാഗമില്ലായിരുന്നില്ല. ആർക്ക് ഭാഗം ഉണ്ടായിരുന്നു? എബ്രഹാമിനെ ദൈവത്തിന് വിളിച്ചു. എന്തിനാണ് എബ്രഹാമിനെ വിളിച്ചത്? ഞാൻ കാണിച്ചതായി ഈ ചൈൽഡ് റൈഡിങ്ങിന്റെ ക്ലാസ്സിൽ നിങ്ങളെ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-19 വാക്യമായി എബ്രഹാമിന്റെ വിളിയെ കുറിച്ച് ദൈവം പറയുന്ന ഭാഗമായിരിക്കാം. അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളിച്ചത് അവന് നിവർത്തിച്ചു കൊടുക്കാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് വേദഭാവമാണ്. പക്ഷെ പണ്ടൊക്കെ പറയാറുണ്ട് അബ്രഹാമിനെ കാനാൻ നാട്ടിൽ പോയി അവിടെയൊക്കെ വീടൊക്കെ വെച്ച് താമസിക്കാനാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അറിയത്തുള്ളൂ. അവിടെ ഇവിടെ കണ്ട വ്യക്തത എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? എബ്രഹാമിനെ വിളിച്ചിരിക്കുന്നത് എന്താണ്? വലുതും ബലമുള്ള ഒരു ജാതിയായി. അബ്രഹാം എന്ന് പറയുന്ന ഏകൻ അവന്റെ കടിപ്രദേശത്ത് നിന്ന് ജനിക്കുന്നത് ഒരു വലിയ ജാതിയായി തീരണം. പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ ചിത്രം അങ്ങ് മാറി. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ ഭൂമിയിലെ മണൽത്തരികളെ പോലെ എണ്ണമറ്റ തലമുറ നിന്ന് ഉത്ഭുതമാവും. ലോകത്തെ കീഴടക്കി ഭരിക്കും എന്ന് ദൈവം വാഗ്ദത്തം കൊടുത്തു. നോക്ക്, അപ്പൊ ഇവന്റെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഇവനെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ നോക്കി. അബ്രഹാമിനെ കുറിച്ച് യഹോവ അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ പോവുക. 19-ാം വാക്യം. തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതി ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി മക്കളെ ജനിപ്പിച്ച് വളർത്താനായിട്ടാണ് ആരെ തെരഞ്ഞെടുത്തത്. ഇതൊക്കെ വായിച്ചിട്ടാക്കാനും നല്ല സംശയം തോന്നും. എന്തിനാ അബ്രഹാമിനെ തെരഞ്ഞെടുത്തെന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് എനിക്ക് പറയാം ആരോട്. എന്തിനാണ്? ധാരാളം കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തിയാൽ മതിയോ? എന്നാണ് എഴുതിയത്? നീതിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചന പ്രകാരം കുഞ്ഞുങ്ങളെ വളർത്തണം. അതാണ് അബ്രഹാമിന്റെ വിളിയുടെ ഉദ്ദേശം. പ്രൈസലോ. ഇവിടെ ഇരിക്കുന്ന ആ പ്രിയ പിതാവ്, ഞാൻ മാതാവിന്റെ അർത്ഥം പറയുന്നില്ല, പിതാവിന്റെ ഉത്തരവാദിത്വമാണ് ഈ ചൈൽഡ് റൈഡ് ഏറ്റവും കൂടുതൽ. മാതാവ് അതിന് പൂർണ്ണമായിട്ട് സഹായിക്കുന്ന ആളാണ്. ഇവിടെ സാറായെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെ ആരെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? അബ്രഹാമിന്റെ കടിപ്പുറത്ത്. നമുക്കറിയാം ദൈവ സന്തതിയെ ഏത് വഴിയാ, ഏത് ജാലിലൂടെയാണ്? സ്ത്രീയിലൂടെയാണോ പുരുഷനിലൂടെയാണ്? പുരുഷന്മാരുടെ ജാലിലൂടെയാണ് സന്തതി. നമ്മുടെ കളിപ്രദേശത്താണ് ആ വ്യക്തി ഇരിക്കുന്നതെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്. അതിന് സയൻസും എതിരല്ല. കാര്യം എത്ര കറക്റ്റാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, അബ്രഹാമിനെ വിളിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ ദൈവത്തിന് പ്രകാരം വളർത്തിയെടുത്ത് ദൈവ മഹത്വത്തിനായിട്ട് സമർപ്പിക്കണമെന്നുള്ളതായിരുന്നു അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. അപ്പോൾ
അപ്പൊ വിശ്വാസികളുടെ പിതാവിനെ കുറിച്ച് അതാണ് ഉദ്ദേശമെങ്കിൽ വിശ്വാസികളായ നമ്മെ കുറിച്ച് എന്താ ഉദ്ദേശം? ഈ ഒരൊറ്റ ഉദ്ദേശം. പ്രിയപ്പെട്ടവർ, ഈ ഒരൊറ്റ ഉദ്ദേശം സാധിച്ചാൽ സാധിച്ചു. പ്രിയപ്പെട്ടവർ, ഇതിനപ്പുറത്ത് പിശാച് കളി കളിക്കുന്ന പിശാച് നമ്മുടെ മക്കളെ വലിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരും എവിടെ ചെന്നാലും കേൾക്കുന്നത് എന്താണ്? എവിടെ ചെന്നാലും ആഗ്രഹം എന്താണ്? ആരാകാനാണ്? ഡോക്ടർ, എഞ്ചിനീയർ, അല്ലെ പൈലറ്റ്. കീഴോട് പരിപാടിയൊന്നുമില്ല, മേടിക്കണ മാത്രം. തമാശ പറഞ്ഞാൽ പൈലറ്റ് വേണം, അല്ലെ നമുക്ക് ആർക്കും വന്നിട്ട് പോകാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ ഉദ്ദേശത്തിന്റെ ആ പാപത്തെ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? നീതി ന്യായവും ഉള്ളവരായി വളർത്തി എന്ന് പറഞ്ഞാൽ നീതി ന്യായവും പഴയ കാലത്ത് പറഞ്ഞാൽ അതിന്റെ പ്രോഗ്രസീവ് റെവലേഷൻ എന്താണ്? ഇന്നെന്താ അതിന്റെ അർത്ഥം? ഒറ്റ വാക്കി പറഞ്ഞു, നീതി ന്യായവും പാലിച്ച് എവിടെ നടക്കാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഉറക്കെ പറ. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയായിത്തീർന്നു? അതെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിട്ട് അവരെ വളർത്തുക എന്ന് പറയുന്നതിന്റെ പേരാണെന്ത്? നീതി ന്യായം പറ്റുന്നത്. അല്ലാതെ അതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അല്ലാതെ നല്ല നീതി ന്യായം മനുഷ്യരുടെ ദൃഷ്ടിയിൽ നല്ല ആളുകളായിട്ട് വളർത്താനാണോ? മനുഷ്യരുടെ ദൃഷ്ടിയിൽ നല്ല ആളുകളായിട്ട് വളർത്തണം. നല്ല മര്യാദയുള്ള ആളുകളുണ്ടല്ലേ, നല്ല ട്രെയിനിങ് കൊടുത്ത് മാന്യമായിട്ട് ലോകത്തിൽ ആർക്കും ഒരു ദോഷം ചെയ്യാതെ അവർ എന്താ പഠിക്കുന്നത്? എത്തിക്സ് ഒക്കെ പഠിക്കുമല്ലേ. നമ്മൾ പറയും മോറൽ എത്തിക്സ് ഒക്കെ പഠിപ്പിച്ച് മാന്യന്മാരായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ പരിപാടി. ദൈവിക കാര്യപരിപാടിയുടെ ഭാഗമായിട്ട് അവർ തീരാൻ തക്കോളം രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി ദൈവവചനം പഠിച്ച് അടിത്തറയിട്ട് ദൈവവചന പ്രകാരമുള്ള ജീവിതം മുഴുവൻ ജീവിതങ്ങളും ദൈവവചന പ്രകാരം ക്രമപ്പെടുത്തുന്നവരാകുന്നതാണ് നീതി ന്യായവും പാലിച്ചുകൊണ്ട് എവിടെ വഴി നടക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. അബ്രഹാമിനെ വിളിച്ച ഇനി ഇസ്രായേലിനെ വിളിച്ചതോ? ഇസ്രായേൽ അബ്രഹാമിന്റെ കൊച്ചുമകനായ ഇസ്രായേലിനെ വിളിച്ച 78 സങ്കീർത്തനം നമുക്ക് അടിസ്ഥാനം എടുത്തതിന് ശേഷം പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ പിന്നെ അങ്ങനെ വളർത്തുന്ന കാര്യത്തിൽ സംശയം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അടിസ്ഥാനം. സങ്കീർത്തനം 78 അതിൽ മുഴുവൻ കാര്യങ്ങളും വായിക്കണ്ട. അതിന്റെ ആദ്യ ഭാഗം നോക്ക്. അതിന്റെ 5-ാം വാക്യം ഉള്ളവർക്ക് വായിക്കാം. താഴോട്ട് ഏതാണ്ട് 8-ാം വാക്യത്തിന്റെ അവസാനത്ത് അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു, അവരുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. വരുമാനമുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്തത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിൽ തന്നെ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ സന്തതികളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി? എന്താണ്? ഓരോരുത്തരും ന്യായപ്രമാണം അനുസരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് ന്യായപ്രമാണം അനുസരിക്കുന്നവർ? ഇന്നാരാ ന്യായപ്രമാണം അനുസരിക്കുന്നവർ? രക്ഷിക്കപ്പെട്ട് കർത്താവിനെ ആത്മാവിനെ ആരാധിച്ച് വിശ്വസ്തയോടെ ദൈവവചനം പഠിച്ചും ധ്യാനിച്ചും ജീവിക്കുന്ന ആളുകൾ അല്ലേ? അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം? ആ തലമുറ എന്ത് ചെയ്യണം? ഓരോ തലമുറയും ഇങ്ങനെ ദൈവസന്തതികളായിട്ട് മാറി തീർന്നിട്ട് എന്ത് ചെയ്യണം? അവരെന്ത് ചെയ്യണം? അവരെഴുന്നേറ്റ്, അതായത് 6-ാം വാക്യം, വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കണം. വീഡിയോ അപ്പൊ മനസ്സിലായ വിശുദ്ധ തലമുറ വർദ്ധിച്ച് വരുന്നത് കണ്ടോ? ഈ ദൈവത്തിന് പ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിപ്പിക്കപ്പെടണം. ആ കുഞ്ഞുങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇറങ്ങിത്തിരിക്കണം. അവരെന്ത് ചെയ്യണം? അവരും ഈ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ പദ്ധതിക്ക് ഭാഗമായി തീർന്ന് അവർ ജനിപ്പിക്കുന്ന മക്കളോട് ഈ കാര്യം അറിയിച്ച് അവരുടെ മക്കളോട് അറിയിച്ച് നോക്ക്. അപ്പോൾ 1:31 പറഞ്ഞ കാര്യം ലോകം കർത്താവ് പറഞ്ഞു, ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകണമെന്നാണ് അല്ലെ? പുസ്തകപ്പെടുത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് ആദ്യം യെരൂശലേമിലും പിന്നെ യഹൂദയിൽ എല്ലായിടത്തും പിന്നെ സമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും. ലോകത്തിന്റെ അറ്റം നിങ്ങൾ കണ്ടോ? ഭൂമിയെങ്ങ് നിറഞ്ഞ് അതിനെയാണ് ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ഭൂമിയെ കീഴടക്കണം. സുവിശേഷം കൊണ്ട്, ദൈവവചനം കൊണ്ട് എന്നുള്ളതാണ് ദൈവത്തിന്റെ വാക്ക്. ഈ താല്പര്യത്തിനെതിരെയാണ് അനേകം ഫിലോസഫി, ലോകത്തിന്റെ ഇന്നത്തെ സമകാലീനമായിട്ടുള്ള സംസ്കാരം, ലോകത്തിന്റെ പുതിയ പുതിയ നവകണ്ടെത്തലുകൾ, ഇതെല്ലാം അനേകം ഇസങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ കാര്യപരിപാടിയെ തകർക്കുകയാണ്. മാത്രമല്ല അനേകം കുടില മതങ്ങളും ശക്തമായിട്ട് ഇതേ ആശയം എടുക്കുകയാണല്ലോ. ദൈവം എന്ത് ചെയ്യുന്നു അതാരെയും വിശ്വാസം ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി നമുക്കറിയാം അല്ലെ? വിശുദ്ധ യുദ്ധം, ജിഹാദ്, വെട്ട്, കുത്ത്, ചട്ട, പൊട്ട്, ഇതൊക്കെയാണ് ലോകം ഇങ്ങനെ ഈ പാരലായിട്ട് വിശാലിക്കും.
ദൈവം എണീക്കുമ്പോൾ ആരും എണീക്കും? ഒരു കോണിലുള്ള പിശാചും. ദൈവം നമുക്കറിയാം, അന്ന് ഗോലിയാത്തും ദാവീദും തമ്മിൽ നടന്ന യുദ്ധം ഇന്നും നടക്കുക. എവിടെ നോക്കിയാലും ഈ പോരാട്ടം, ദൈവത്തിന്റെ സന്തതിയും വിശുദ്ധ സന്തതിയും ജഡിക സന്തതിയും തമ്മിലുള്ള പോരാട്ടം. ജഡിക സന്തതി ഈ ഹോളി സീഡിനെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, അമർച്ച ചെയ്ത് അവർക്ക് ഇല്ലാതെയാക്കാനായിട്ട് ശ്രമിക്കുക. വിശുദ്ധ പ്രജയെ നശിപ്പിച്ച് കളയുവാനുള്ള ശ്രമത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാൽവരിയിലെ ക്രൂശിൽ ഈ ഹോളി സീഡിനെ അവിടെ വെച്ച് ഇല്ലാതെയാക്കുവാൻ പിശാച് നോക്കി. പക്ഷേ ആ പിശാചിന്റെ ജയമെടുത്തുകൊണ്ട് ദൈവം അതിനെ വിജയമാക്കി, മാനവജാതിക്ക് വിജയമാക്കി തീർക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൈവിക കാര്യപരിപാടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും ഞാൻ ഇനി മുന്നോട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഇവിടെ നോക്ക്, നമുക്കറിയാം 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിൽ അതുകൊണ്ട് ഓർക്കണം. 11-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ശലോമോനോട് പറഞ്ഞു, ശലോമോൻ അനേകം വിജാതീയ ഭാര്യമാരെ സ്വീകരിച്ചു. അപ്പോൾ ശലോമോനെ ദൈവം ചെയ്തു ശാസിച്ചു, വിജാതികളോട് ഇല്ല കലരുത് എന്ന് ഇസ്രായേലിന് പറയാൻ കാരണം എന്താണ്? ഹോളി സീഡ് മലിനം. അതുകൊണ്ട് അവനെ ദൈവം സത്യത്തിൽ അനുഗ്രഹിച്ചില്ല. പിന്നെ നമുക്കറിയാം, ബാൽപെയോരിൽ വെച്ച് ബാലാക് എന്ന രാജാവ് ഇസ്രായേൽ മുന്നോട്ടിങ്ങനെ പോയി മരുഭൂമിയിൽ ക്യാമ്പടിച്ച് കിടക്കുന്ന സമയത്ത്, കൂടാരം അടിച്ച് കിടക്കുമ്പോൾ അവരെ ശപിക്കുവാനായിട്ട് കൈക്കൂലി കൊടുത്ത് ബിലെയാമെന്ന കള്ളപ്രവാചകനെ വെച്ച് അവൻ ശപിച്ചാൽ ശപിക്കപ്പെടും എന്നൊരു വയ്പുണ്ടായിരുന്ന ആ കാലത്ത്. എന്നിട്ട് അവൻ ശപിക്കാൻ പോയിട്ട് ദൈവം അവനെ തടഞ്ഞു. കാരണം വിശുദ്ധ സന്തതിക്ക് കേടുവരാൻ പാടില്ല. തടഞ്ഞു. പക്ഷെ എന്നിട്ടും ദിവ്യാഗ്രഹം വീണ്ടും തടഞ്ഞു, വീണ്ടും പോയി. പക്ഷെ ദൈവം ഒരു പണി ചെയ്തു. ഈ ഹോളി സീഡിൽ ഇടകലരാൻ പാടില്ല എന്ന് നിശ്ചയമുള്ള ദൈവം എന്ത് ചെയ്തു? അവന്റെ നാവിൽ ശാപത്തിന് പകരം അനുഗ്രഹം കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോ ഇവരൊരു കാര്യം, ബാലാക്ക് അവനെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലല്ലേ അവൻ പറഞ്ഞു, വരുന്ന കാലത്ത് എന്നാ സംഭവിക്കുന്നത് നീ കണ്ടോ എന്ന് പറഞ്ഞ് അവൻ വഴിക്ക് പോയതാണ്. പക്ഷെ പിന്നീട് താമസിക്കുന്ന തൊട്ടടുത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താ അറിയാം? ബാൽപെയോരിൽ വെച്ച് എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾ വിദ്യാന്യ സ്ത്രീകളോട് ഇടകലർന്നു. എന്താ പരിപാടി? വിശാദിന്റെ ഹോളി സീഡിനകത്ത് ക്രോസ്, മനസ്സിലായോ? വിശുദ്ധ സന്തതിയിൽ അശുദ്ധ സന്തതിയെ കണ്ടെത്തുക. ഇവരെന്ത് ചെയ്തു? ഇടകലർന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഉടനെ ഈ സ്ത്രീകൾ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്തു? തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുവാനായിട്ട് പുറജാതി ക്ഷേത്രങ്ങൾ കൊണ്ടുപോയി പുറജാതി ഹീനമായ ആരാധനയിൽ ഈ സ്ത്രീകൾ വശീകരിച്ചു. ശലോമോൻ എന്ത് ചെയ്തു? ഈ അശുദ്ധ സ്ത്രീകൾ, ഈ ജാതീയ സ്ത്രീകൾ നിങ്ങൾ എന്ത് ചെയ്തു? ഇവർ പൂജാഗിരികൾ പണിതു, അനേക സ്ഥലത്ത് ദേവസ്ഥാനങ്ങൾ വരെ ഇവർ പണിതു. ശലോമോൻ നമ്മൾ ഒത്തിരി പുറകോട്ട് നോക്കിയാലും കാണാനായിട്ട് സാധിച്ചു. ഇസഹാക്കിന്റെ 2 മകനായ ഏശാവ് എന്ത് ചെയ്തു? ഹിത്യ സ്ത്രീകൾ നിമിത്തം എനിക്ക് സമാധാനമില്ല എന്നാണ് പറഞ്ഞത്. അവന്റെ അമ്മ റെബേക്ക പറയുകയുണ്ട്. അപ്പോൾ ഈ ഹോളി സീഡാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന വിഷയം. ദൈവം കലരുത് എന്ന് മനസ്സിനെ കുറിച്ച് ആഗ്രഹിക്കുക. ഇതിന്റെ അർത്ഥം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും ഈ ലോകത്തോട് ഇടകലർന്നാൽ എന്ത് പറ്റും? നമ്മുടെ തലമുറ എഴുന്നേറ്റ് പണി ദൈവത്തിന് വേണ്ടി ആയിരിക്കും, പിന്നെ ആർക്ക് വേണ്ടിയാ? പിശാചിന് വേണ്ടി. ബാബേൽ പണിയും. അനേകം ദൈവമക്കളോട് ചേർന്നായിരിക്കും എന്ത് പണിയാൻ പോകുന്നത്? വെളിപ്പാടിൽ പറയുന്ന നശിക്കുവാനുള്ള മഹതിയാം ബാബിലോൺ, മഹാബാബേൽ എന്ന് പറയുന്നത് ദൈവത്തിന് വിരോധമായി ഇന്നത്തെ നാഗരിക സംസ്കൃതിയുടെ പേരാണെന്ത്? ദൈവത്തെയും ദൈവവചനത്തെയും മറുതലിച്ചുള്ള നാഗരിക സംസ്കൃതിക്ക് എന്ന് പറയാം ബാബേൽ എന്ന് പറയാം. ബാബേൽ ബെഹറിലുമുണ്ട്, ബാബേൽ കേരളത്തിലുമുണ്ട്, ബാബേൽ ബോംബെയിലുമുണ്ട്, ന്യൂയോർക്കിലുമുണ്ട്, വാഷിംഗ്ടണിലുമുണ്ട്, എല്ലാ സ്ഥലത്തും എന്തുണ്ട്? ബാബേൽ. ദൈവവചന പ്രകാരമല്ലാതെ കുടുംബം പണിയുന്നവർ എന്തിനു വേണ്ടി പണിയുകയാണ്? ബാബേൽ പണിയാനുള്ള യുക്തികൾ ഉണ്ടാക്കുകയാണ്. ജീവനുള്ള കല്ലുകളാണ്, പക്ഷെ നശീകരണ ജീവനാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ജീവനുള്ള കല്ലുകളായിട്ട് പണിതതിനോട് ചേർക്കണം. സഭയാകുന്ന സമ്മതത്തോട് ചേർത്ത് പണിയേണ്ട. പക്ഷെ നമ്മള് ഈ ലോക സംസ്കാര പ്രകാരം പണിയുന്ന കുഞ്ഞുങ്ങൾ ഏതാണ്? നശീകരണ ജീവനുള്ള ബാബേലിനുള്ള കല്ലുകളായിരിക്കും. വലിയ വിദ്യാഭ്യാസം കാണും. എവിടെയാണ് കുഞ്ഞ്? അവരിപ്പോൾ ന്യൂയോർക്കിലാണ്. എത്ര അഭിമാനത്തോട് പറയും. എവിടെയാണ്? US-ലാണ്. അത് പറയുമ്പോൾ നാക്ക് എല്ലായിടത്തോടും ചാടും. എവിടെയാണ്? US. എന്തോ ഒരു സ്ഥലമാണ്. എല്ലാ മലക്ഷതകളുടെയും മാതാവ്. നമ്മളുടെ ആഗ്രഹം എന്താണ്? കൊച്ചിനെ പഠിപ്പിച്ച് ഒരു നല്ല മെഡിക്കൽ ഡോക്ടർ ആക്കി എങ്ങോട്ട് വിടണം? US-ന്റെ വിസയ്ക്ക് വേണ്ടി. എന്തോ ശ്രമമാണ്. എത്രയോ പേരെന്നോട് US-ന് പോകുന്നതിന് പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ പ്രാർത്ഥിക്കാറില്ല, കാരണം US-ന് പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല.
അത് മെഡിക്കൽ ഡോക്ടർക്ക് യുഎസിൽ മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഓ അല്ല, ബുദ്ധിയുള്ളവർ യുഎസിലോട്ട് വിടത്തില്ല. കാരണം എന്താ? അവിടെ പോയ നല്ല നല്ല നീതിമാന്മാർ പലരും ചെയ്യും, പിഴച്ചു പോകണം സാധ്യത. അല്ല അതുപോലെ എന്തിനായി മസിൽ പിടിക്കുന്ന അവിടെ പോയിട്ടുണ്ട് മര്യാദ ഗവൺമെന്റ് സ്ഥാനം ജീവിച്ചാൽ. പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്തുന്നതിനെ കുറിച്ച് ദൈവത്തിനുള്ള പരിപാടി. അപ്പോൾ ഞാൻ ഇനി വരാം. നമുക്ക് നാളെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് അധികം വാക്യങ്ങൾ ഇനിയും ഉണ്ടെങ്കിലും ഞാൻ നമ്മുടെ നോട്ടിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല. ഞാൻ എന്റെ ആമുഖത്തിൽ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുഞ്ഞുങ്ങളെ ദൈവത്തിന് പ്രകാരം വളർത്തുന്ന കാര്യം ആർക്കും സംശയമുണ്ടോ? ഇത്രയും പറഞ്ഞു. കുഞ്ഞുങ്ങളെ എന്തിനാ ഇനി വളർത്തുന്നത്? ഇതിനു വേണ്ടിയാ ദൈവിക കാര്യപരിപാടിയുടെ ഭാഗമാക്കി ലോകത്തെ കീഴടക്കുവാൻ, സുവിശേഷം കൊണ്ട് ലോകത്തെ കീഴടക്കുവാനായിരിക്കണം നമ്മുടെ മക്കൾ. അതാണ് ദൈവത്തിന്റെ പരമമായ ഹിതം. അതിന്റെ മേൽ ദൈവത്തിന്റെ അടുക്കിലെ ഇറങ്ങൾ ഉണ്ട്. നിങ്ങൾ എപ്പോഴും ഓർത്തോണം. ഉൽപ്പത്തി പുസ്തകം 1-28 വാക്യം നിങ്ങൾ എന്നും വായിക്കും. നിങ്ങളെ വളർത്താൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം വായിക്കും. ദൈവം അവരെ അനുഗ്രഹിച്ചാ പറഞ്ഞത്. നിങ്ങളെ എന്ത് ചെയ്യണം? ലോകത്തെ ഞാൻ പറഞ്ഞു ചിലരൊക്കെ പോയി, എല്ലാവർക്കും പോകാൻ പറ്റിയില്ല. എന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങളെ പോകുന്നവരായിട്ട് ഉത്സാഹിപ്പിച്ച് വളർത്താം. അവർക്ക് ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എവിടെയായിരുന്നാലും ദൈവിക കാര്യങ്ങളുടെ ഭാഗമായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറും. നമ്മളെ കണ്ണടഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വയലിലാണ് എന്ന് കാണും. പ്രിയപ്പെട്ടവരെ, കാലം പോയി. ലോകത്തിന് വേണ്ടി മക്കളെ വളർത്തിയെടുക്കുന്ന കാലം കഴിഞ്ഞു. കർത്താവ് വരാതെ ഭാവിയിന് വേണ്ടി കുഞ്ഞുങ്ങളെ വളർത്തി. ഇതിനാണ് മാത്രമല്ല കണ്ണുനീരോടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മമാരെ എന്താണ് റാഹേൽ തന്റെ കുഞ്ഞുങ്ങളെ ചൊല്ലി അതാവേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചൊല്ലി കർത്താവിനെ കുറിച്ച് കൊണ്ടുവന്ന സമയത്ത് ചെറിയ പുത്രിമാർ കരഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരുതുകൊണ്ടി. കാരണം നമ്മൾ മക്കളെ ദോഷത്തിനെ വളർത്തുകൊണ്ട് സാധ്യത. നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ജനികമായ ആഗ്രഹങ്ങളായി, ലൗകികമായ താല്പര്യങ്ങളായി, ലക്ഷ്യം അതായിരിക്കും. പരിശോധിച്ച് നോക്കരുത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നെ ചൊല്ലി നിങ്ങൾ വിലപിക്കണ്ട, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചൊല്ലി വിലപിച്ചോളാൻ. കാരണം മക്കളെ വളർത്തുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ മക്കളെ വളർത്താൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കാനായിട്ട് ദൈവം ഒരുപാട് നിൽക്കും. ഞാൻ എന്റെ കാര്യത്തിലാണ് ഇത് പഠിപ്പിക്കുന്നത് കൂടുതൽ. പക്ഷെ അതിന്റെ പോലും എനിക്ക് 2 ആൺപിള്ളേരാണ്. ഒരു കൗമാര പ്രായമൊക്കെ ആകുമ്പോഴേക്കും പിള്ളേരെന്റെ മൂത്തമ്മ കൗമാരമാണ്. അവൻ മറുതലിക്കുന്ന കാണുമ്പോൾ എനിക്ക് വേദനയാണ്. ഞാനിവിടെ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ എന്റെ സഹോദരി അനുവിനോട് ഞാൻ പറഞ്ഞത്, അനുവിന് എന്റെ മൂത്തമ്മ എന്ന് വെച്ചാൽ അവളുടെ മകനെ പോലെ. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു, അനു മോളെ കുഞ്ഞ് മൂത്ത മറുതലിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ധാരാളം സംസാരിക്കുന്ന അവളുടെ ആ കാര്യം. ഇന്നും രാവിലെ എന്നോട് പറഞ്ഞു, അത് ചേട്ടാ പേടിക്കണ്ട, കർത്താവ് ഈ ഇത്രയെല്ലാം ഞാൻ പഠിപ്പിച്ച് പുറകെ നടന്നിട്ടും അവനിൽ നിന്നുള്ള റിബല്യം കാണുമ്പോൾ ഒരു കുട്ടിയിൽ എത്ര അധികമായിട്ടാണ് ദൈവ നിക്ഷേപ സ്വഭാവം വളരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പഠനത്തെ കുറിച്ച് തുടങ്ങാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെ ഒരു ഗോഡ് ഓറിയന്റഡായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ട് ആരെ വളർത്താൻ ശ്രദ്ധിക്കണം. കുഞ്ഞിനെ വളർത്താൻ ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോൾ ഹൃദയ തീരുമാനം. ആ തീരുമാനം എടുക്കുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ട് കാണില്ല. ആരെയും വിശാലനായിട്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ താല്പര്യപ്പെടുന്നവരുണ്ടോ? ബാബയിലെ ഒരു ജീവനുള്ള നശീകരണ ജീവൻ ഒരു കല്ലായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരും കൊണ്ടുവന്ന് കൈവയ്ക്കുക ആരുമില്ല. പിന്നെ 4 ആളുകളുടെ മുന്നിൽ പേരുള്ള ഒരു പ്രൊഫഷൻ, നമ്മുടെ കുഞ്ഞൊരു പ്രൊഫഷനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു പ്രൊഫഷണൽ ആക്കുന്നതിന് കുഴപ്പമില്ല. അതിന് മുമ്പ് ആരായിരിക്കണം? ഒരു പ്രൊഫഷണൽ ആക്കുന്നതിന് മുമ്പ് ആരായിരിക്കണം? അവനെ ഒരു ദൈവവേദനായിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് നിങ്ങൾ എന്നാ പ്രൊഫഷൻ പഠിപ്പിച്ചു? അമേരിക്കയുടെ പ്രസിഡന്റ് ആയിക്കോട്ടെ നിങ്ങളുടെ കുഞ്ഞ്, പക്ഷെ അവൻ ആത്മീയനായിരിക്കും. ദൈവത്തിന്റെ വചനമായിരിക്കണം അവനെ ചലിപ്പിക്കുന്ന ഏക ഘടകം. അവനൊരു വിശ്വാസവീരനായിരിക്കും. അവൻ ഏത് അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമ്പോഴും അമേരിക്കയിൽ ഷൂസ് പൊളിക്കുന്നതായിട്ട് ജീവിച്ചാലും അവന് രണ്ടും ഒരുപോലെ ദൈവത്തെ മഹത്വം കൊടുക്കുന്നതായിട്ട് കാണപ്പെടുവാൻ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവനൊരു ലക്ഷ്യമേ ഉള്ളൂ. അങ്ങനെ നിങ്ങളുടെ കുഞ്ഞായിത്തീരും. ഏത് സാഹചര്യത്തിലും, ഏത് കഠിന സാഹചര്യത്തിലും, ഏത് അനുഗ്രഹ എന്നോട് ഒരു സഹോദരനോട് ചോദിച്ചു, പണം വർദ്ധിക്കുന്നതുകൊണ്ട് എന്താണ് പ്രതികളെ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല. ആരാ പറഞ്ഞത് പണം വർദ്ധിക്കുന്നതിനോ? ഞാൻ പറഞ്ഞു, പണം ഇല്ലാത്തത് കൊണ്ട് എനിക്കറിയാം ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. മിഷനിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പണമില്ലാതെ എത്ര സഫറിങ് ഉണ്ടാകുന്നുണ്ട്. അവർ കുറച്ച് നല്ല ഭക്ഷണവും വസ്ത്രവും കൊടുത്തില്ല. പണം ഉണ്ടെങ്കിൽ പണം ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു, പണം ഉണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ ദൈവവചനം പറയുന്നത് എന്ത് ചെയ്യരുത്? പണം ഉണ്ടാകുമ്പോൾ ബാക്കി പറ, അതിൽ മനസ്സ് വെക്കരുത്. അല്ലെ? 2 അല്ലേ? എന്താ പറയുന്നത്?
പണം ഉണ്ടാകട്ടെ, പക്ഷെ അതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ വളരും. അവർ വലിയ പണക്കാരായിക്കോട്ടെ, അവർ നീതിമാന്റെ പരിപാടി എന്താണ്? വാരി വിതറി നമ്മുടെ കർത്താവ് താൻ പഠിപ്പിച്ചു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ശ്രേഷ്ഠം. നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ പഠിക്കുന്നത് ആദ്യം മുതൽ വാരി ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി വാരി കൊടുക്കുന്ന മക്കളായിരുന്നു. വാരുന്തോറോ വാരുന്നതോ എന്നറിഞ്ഞുകൊണ്ടിരിക്കും, ദൈവം നനച്ചുകൊണ്ടിരിക്കും അല്ലേ? ഒരു മാജിക് പോട്ട് പോലെ വാരുന്നത് പിന്നീട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ശരി എന്ന് പറഞ്ഞാൽ അർത്ഥം ഔദാര്യ മനസ്സുള്ളവരായി കുഞ്ഞുങ്ങളെ വളർത്തിയത് ദൈവത്തിന് ദൈവിക കാര്യപരിപാടിക്ക് വേണ്ടി. അപ്പൊ ഞാൻ പറയുന്നു, എന്താ അവിടെ ചെയ്യേണ്ടത്? നമ്മൾ കുഞ്ഞുങ്ങളുടെ ട്രെയിനേഴ്സ് ആക്കുക, അവരെ ട്രെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. ദൈവമഹത്വത്തിലൂടെ വളർന്നു. എങ്ങനെ അത് സാധിക്കും? സദൃശ്യവാക്യത്തിലൊരു വാക്യമുണ്ട്, അതിന്റെ 13-20. എങ്ങനെ ഇത് സാധിക്കും അല്ലേ? ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. എങ്ങനെ ഇത് സാധിക്കാം? അവിടെ കീപ്പറിൽ വെള്ള സ്പേസ് കിടപ്പുണ്ട്. കുഞ്ഞുങ്ങളെ എങ്ങനെ ദൈവത്തിനായി വളർത്താമെന്ന് നിങ്ങളുടെ പേരാമത് എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഇത് സാധിക്കും? ഞാൻ പറഞ്ഞു, അവിടെ നോട്ടിക്കണ്ടോ? കുട്ടിയുടെ ഹൃദയത്തെ ക്രമപ്പെടുത്തുന്നതിലൂടെ എന്ന് പറഞ്ഞാൽ ഷെപ്പേർഡിങ് ദെയർ ഹാർട്ട്സ്. ഷെപ്പേർഡ് ചെയ്യണം, ഹൃദയത്തെ ഷെപ്പേർഡ് ചെയ്യണം. ഒരു ഇടയനാടിനെ കൈകാര്യം ചെയ്യുന്ന പോലെ കുട്ടിയുടെ ഹൃദയത്തെ എന്ത് ചെയ്യണം? ഷെപ്പേർഡ് ചെയ്യുന്നതിലൂടെ ദൈവത്തെ വളർത്താനായിട്ട് സാധിക്കും. അവിടെ ഒരു ചോദ്യമുണ്ട്, ധാരാളം വാക്യമെടുത്തുണ്ട്, നിങ്ങൾക്കത് പിന്നീട് വായിച്ചോളാം. പക്ഷേ ഇതൊക്കെ ഞാൻ പറയും, ഈ വാക്യങ്ങളൊക്കെ. കാരണം അവർ ഹൃദയത്തെ ഷെപ്പേർഡ് ചെയ്യേണ്ട കാരണങ്ങളാണ്. റീസൺസ് വൈ അവിടെ എഴുതുന്നു. വൈ ഒന്ന്, സദൃശ്യവാക്യം 4:23 വായിക്കാം. സകല ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. എന്താണ് പിള്ളേരുടെ ഹൃദയത്തെ കൈകാര്യം ചെയ്യേണ്ട കാരണം? എന്താണ്? ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തെ കുറിച്ച് കർത്താവ് പറയുന്നു, ഹൃദയത്തെ കാക്കണമെന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ ഇപ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ റിയൽ സ്റ്റേറ്റ്, യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് 2 വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന യെരമ്യാ പ്രവചനം 17:9 അതുപോലെ മർക്കോസ് 7:21-22. പുതിയമത്തി എന്ന് പറഞ്ഞാൽ വായിക്കാം, പഴയമത്തി എന്ന് പറഞ്ഞാൽ വായിക്കാം. എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത് അത് ആരാഞ്ഞറിയുന്നവൻ ആരാഞ്ഞറിയുന്നവൻ ഹൃദയം എങ്ങനെയുള്ളതാണ്? ഹൃദയം കപടവും, അതാ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ച്, എന്താണ്? വിക്കഡ് ആൻഡ് ഡെസീറ്റ്ഫുൾ അല്ലെ? എന്നാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തെ കുറിച്ചൊരു ബ്ലൂ പ്രിന്റ് തന്നെയാണ് ദൈവം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും ഒക്കെ അങ്ങനെയാണ്. ഇത് വായിക്കുമ്പോഴേക്കും ഒരു വാക്ക് സദൃശ്യവാക്യം 22:15 പറഞ്ഞിരിക്കുന്നു. അവിടെ പറയുമ്പോൾ കുഞ്ഞിന്റെ കാര്യമാണ് പറയുന്നത്. സദൃശ്യവാക്യം 22:15 കുഞ്ഞിന്റെ കാര്യം പറയുക. ബാലന്റെ ഹൃദയത്തോട് പോഷിത്വം പറ്റിയിരിക്കുന്നു, ശിഷ്യക്കുള്ള വടി അവനെ അവരിൽ നിന്ന് അകറ്റി കളയും. ബാലന്റെ ഹൃദയത്തോട് പോഷിത്വം പറ്റിയിരിക്കുന്നു, ശിഷ്യക്കുള്ള വടി അതിനെ അവരിൽ നിന്ന് അകറ്റി കളയും. അപ്പൊ ബാലന്റെ ഹൃദയം എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? എന്ന് പറഞ്ഞതാണ് ബാലന്റെ ഹൃദയം. എന്താണ് പോഷത്തുള്ള വാക്കിന്റെ ഫൂളിഷ്നെസ്? അതിന്റെ അർത്ഥം എന്താണ്? എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫൂളിഷ്നെസ് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ദൈവത്തോട് റിബല്യസ് ആയിരിക്കും. കാരണം എല്ലാ നീതി പ്രമാണങ്ങളോടും എന്ത് ചെയ്യും? പക്ഷെ ഞാൻ പറയാം, നിങ്ങളുടെ കൊച്ചിനെ നോക്കിയിട്ട് നമുക്കറിയാം കൊച്ചു കുഞ്ഞ് തീരെ കൊച്ചു കുട്ടികളെ നോക്കിക്കോ, അവർ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിയുമ്പോഴേ എന്ത് ചെയ്യും? റിബല്യനാണ് കാണുന്നത് അല്ലേ? മറുതലിപ്പാണ് അവരിൽ എപ്പോഴും കാണാനായിട്ട് സാധിക്കും. നമ്മൾ പറയും മാലാഹ കുഞ്ഞാണ്, പൈതലാണ്, പൈതലാണ് എന്നൊക്കെ പറയും. പക്ഷെ അതിനെ ശ്രദ്ധിക്കണം. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് തുടരുത് എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും കണ്ട ഒരു കുഞ്ഞിനോട് തുടരുത്, ഇതുപോലെ നമ്മുടെ പള്ളിയിൽ കൊച്ചിനോട് അതെടുക്കരുതെന്ന് പറഞ്ഞു. അതെടുക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം കണ്ണി നോക്കിക്കൊണ്ട് ചെയ്യാം. നോക്കുമ്പോ എന്ത് ചെയ്യും? കൈവരും നോക്കുമ്പോ ഒന്ന് പറഞ്ഞ് നിഷ്കളക്കണം. നമ്മളങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ചെയ്യും. എന്താണ് എന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത്? അതിനനുസരിക്കാൻ മനസ്സില്ല. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ച നാൾ പാപത്തിന് മുമ്പ് ദൈവത്തിന്റെ അധികാരത്തിന് കീഴിൽ കൊണ്ടാക്കിയല്ലേ? 2 വചനം കൊടുത്ത് എന്ത് ചെയ്തു? പുരുഷനെ സ്ത്രീയെ കൊണ്ട് തോട്ടത്തിലാക്കിയതാണ്. 2 വചനം കൊടുത്ത് ആ വചനം കാത്തു സൂക്ഷിക്കുന്നതോളം അവർക്ക് ഒരു ദോഷവും വരികയില്ല. പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞു, വചനം ലംഘിച്ച് പാപം ചെയ്തു കഴിഞ്ഞപ്പോ
അതിന്റെ കുഞ്ഞിനെ വരെ നമുക്കറിയാം. ഇപ്പൊ മൂർഖൻ പാമ്പിന്റെ കുഞ്ഞിനെ മുട്ട പൊട്ടിച്ച് പുറത്തോട്ട് നിറക്കി അതിന്റെ മേത്തെല്ലാം ശരീരത്തെല്ലാം വെള്ളമൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെ പോയാലും നമ്മളൊരു കമ്പൂണിനെ തുടങ്ങാൻ ഒരു അണ്ണാന്റെ കുഞ്ഞിനെ നോക്കി അങ്ങോട്ട് വിട്ടാ ഉടനെ ഒരു മരത്തിലോട്ട് കയറണം. നേരെ പോയ ഒരു പരിപാടി എങ്ങോട്ട് പോകും? ഒരു മരത്തിലോട്ട്. ഒരു എലിയുടെ കുഞ്ഞിനെ നോക്കി ഏതെങ്കിലും സാധനം കിട്ടിയത് അത് കുറിക്കും അല്ലേ? ഓരോ ജീവജാലങ്ങൾക്കും എന്താണ് അതിന്റെ കുഞ്ഞുങ്ങൾക്ക്. ഒരു തവളയുടെ കുഞ്ഞിനെ കണ്ടുണ്ടോ? അതാ തലയും മേലോട്ട് അല്ലേ? ഏത് ജീവജാലങ്ങളും അതിന്റെ പിതാവിനെ അതിന്റെ മാതാപിതാക്കളെ അനുകരിക്കുന്ന പരിപാടി. അപ്പോൾ നിശ്ചയമായിട്ടും മറുതലിപ്പുള്ള മനുഷ്യന്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ പരിപാടി? മറുതലിപ്പാണ് അല്ലേ? പണ്ട് ഇതുപോലെ ഒരു കൊച്ചിനെ എന്നോടാൾ പറഞ്ഞു, കുഞ്ഞിനെ ഇപ്പൊ നല്ല ഈ ക്ലാസ്സൊക്കെ കേട്ട് താങ്കൾ കേട്ട് പറഞ്ഞു, ഇപ്പൊ കുഞ്ഞിനെ നല്ലാക്കുകയാണ്, കൊച്ചിനെ പിരിയം ചെറുക്കണം. അപ്പൊ അവര് നമ്മുടെ പള്ളിയിൽ വലിയ ചൂരൽ വ്യവസായമുണ്ട്. എല്ലാവരും വീട്ടിൽ ചൂട് നിർത്തുന്നതാണ്. എഴുതി ചൂറിൽ വേണോ വേണ്ടാന്ന് കഴിയുമ്പോൾ നിങ്ങൾ 15 കുടുംബാണ് ചൂറിൽ വേണ്ടതാണ് കണ്ടാൽ വളരെ കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ചൂറിൽ കഴിക്കും. അടുത്ത താല്പര്യം ഞാൻ ചൂറിൽ പിടിച്ചിട്ട് പൈസ കുറെ ചൂറിൽ കൊടുക്കും. അപ്പൊ എന്താ ചെയ്യുന്നത് നോക്ക്. ഇവിടെ ഈ കൊച്ചു പയ്യനോട് പറഞ്ഞു, ഇവിടെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ട്രെയിനൊക്കെ ചെയ്തപ്പോൾ വളരെ നല്ലതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പുള്ളി പറഞ്ഞു ഇരിക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഉള്ള മുഖമൊക്കെ പറഞ്ഞു ഇരിക്കണമെന്ന് പറഞ്ഞു. വളരെ തിരക്കുള്ള മര്യാദക്ക് വിളിച്ച് കൽപ്പിച്ച് പറയുന്നതാണ്. അവന് ചെറിയ ചെറിയ ചിമ്മോതൊക്കെ നോക്കിയ ഉടനെ അപ്പൻ പറഞ്ഞു ഇന്നടാണ്. ഉടനെ അപ്പുറത്തൊരു വടി എടുത്തപ്പോ പെട്ടെന്ന് അവനോട് വടി എടുത്തപ്പോ അവനിരുന്നു. അതിന് മുമ്പ് ഇരുന്നില്ല പറഞ്ഞു. കുറച്ചേരം കഴിഞ്ഞിരുന്നു. ഇരുന്ന് കഴിഞ്ഞാൽ ഈ അപ്പനെ കൂടെ ഉണ്ടോ വടി കെട്ടാൻ ഒരു പേടിയാന്ന് പറഞ്ഞ് പുള്ളി തനി കൂടി പറഞ്ഞപ്പോ ഇരുന്നില്ല. വടി കാണിച്ച് ഇന്ത്യയിൽ പറഞ്ഞു കണ്ടോ അവൻ വടി കണ്ടപ്പോ ഇരുന്നല്ലോ എന്ന് പറഞ്ഞ് തടി കൂടി എടുത്തു. ഈ പയ്യൻ അങ്ങോട്ട് മാറുന്നത് പറയാ അവിടെ കൂട്ടുകാരോട് പറയാം ഞാൻ ഇരിക്കുമ്പോഴും നിൽക്കുമായിരുന്നു. വടി കണ്ടോട് ഞാൻ ഇരുന്നെങ്കിലും ഞാൻ അണ്ണൻ എന്റെ കാര്യം ശ്രദ്ധിച്ചു. ഞാൻ നിൽക്കുമായിരുന്നു. വടി കണ്ടോണ്ടിരുന്നുള്ളത് വെച്ചു ഞാൻ നിൽക്കുമായിരുന്നു. നമ്മുടെ പിള്ളേരിങ്ങനെയാ. നമ്മളീ വടി കാണിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. വടി കാണിക്കുമ്പോ കറക്റ്റാണ്. വടി ഇല്ലാതെ മര്യാദ പഠിപ്പിക്കാതെ പിള്ളേർക്ക് നമ്മൾ വല്ല കൈ കിട്ടുന്ന വെച്ച് എറിയുക അല്ലേ? എന്തെല്ലാം പറ്റും. അവിടത്തെ പിള്ളേര് ശരിയാകുന്ന ആൾക്കാർ നെഞ്ചത്തടിക്കുന്നതാണ്. ഓ ഇതിനെയൊക്കെ ഇങ്ങനെ എറിയും കുടിഞ്ഞ ഈ ജന്മങ്ങളെ എന്റെ ഉടയവരെ എന്തോ ഒരു കരുതലറിയാം. മാറത്തടിച്ച് വിലപിക്കുക. പിള്ളേരെ കൊണ്ട് അനുഭവിക്കുന്നത് ഒരു വല്ലാത്ത അനുഭവം. വല്ലാത്ത ഒരു 16 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പനും അമ്മയും എന്ത് ചെയ്യാന്നറിയാം? വരണ്ട നടക്കുന്നത്. ശബ്ദമൊക്കെ മാക്കിയിടുന്ന ശബ്ദമായി. പണ്ട് മര്യാദക്കാണ് സ്വരം. 16 വയസ്സായപ്പോൾ മാക്കിട ഇതിന് ഡാഡി കിടക്കുന്നത്. ഡാഡി അമ്മയുടെ കൂടെ കൊടുക്കും. എങ്ങനെയാണ് ജുറാസിക് പാർക്ക് എന്ന സിനിമ അടുത്തുള്ളവർക്ക് അറിയാം. അതിനകത്തൊരു ജന്തു വരുമ്പോഴത്തെ ഭീതി കണ്ടുള്ളൂ. ഇതുപോലെയാണ് ജനകം പുറത്തോട്ട് കയറിയപ്പോഴത്തേനും അപ്പനും ഉള്ള ചോറ് ഉറപ്പിക്കും. ഇനി ഉള്ള അറിയില്ലാണ്ട് ഉള്ളതെല്ലാം കൊടുത്ത് ആ ഇന്നത്തെ കാലം ഉള്ള ബിസ്ക്കറ്റും ഉള്ള പട്ടണം എല്ലാം കിട്ടുന്ന നമ്മളെ കഴിഞ്ഞ് പൊക്കണം. എന്റെ മോൻ എന്നെ കഴിഞ്ഞ് പൊക്കം വരുന്ന സ്വപ്നത്തിൽ ഓർത്തിട്ട് 16 വയസ്സ് അത്രയുമായി. അപ്പൊ 18, 20, 21, 25 എന്തു ചെയ്യും? എല്ലാവർക്കും പേടിയാണ്. റാഹേൽ മാത്രമല്ല അവളാച്ചനും കരയുകയാണ് ഇപ്പോ. ആലോചിച്ചില്ല. ദൈവം നല്ല മര്യാദ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അതിനോട് പറഞ്ഞു മോളെ നമുക്ക് വടിയെടുത്ത് തുടങ്ങാറാണ്. നിങ്ങൾ അതിശയപ്പെടുമായിരിക്കും. 4 വയസ്സ് വരെ ഉള്ളൂ മാക്സിമം. 4 വയസ്സ് പിന്നെ ഇല്ല അവസരം. അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് കൂടുതൽ മക്കൾ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് 4 വയസ്സ് കൊണ്ട് ശരിപ്പെടുത്തി എടുക്കാം. പക്ഷെ ആ 4 വയസ്സ് വരെ നമ്മൾ ശരിക്കും നോക്കിയാൽ പിന്നെ ജീവിതകാലത്ത് നിങ്ങൾ ശുദ്ധത്തിന് വേണ്ടി എന്ത് ചെയ്യണ്ട?
പേടിക്കേണ്ട ആവശ്യം. പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, ഇത് ഭയങ്കര ടാസ്കാണ്, ഭയങ്കരമായ ടാസ്ക്. ഇതിനു വേണ്ടി നിങ്ങൾ ജോലി മാറി വേറെ ജോലി എടുത്താലും കുഴപ്പമില്ല. ഞാൻ പറയുന്നു, എനിക്ക് പേടിക്കാതെ കഴിയാം. ഈ കാലം 10-14 വയസ്സ് ഇത് കഴിഞ്ഞ് പിന്നെ ആൾക്കാർ പിച്ചാത്തിയും പട്ടപ്പാരൊക്കെ ആയിട്ട് വീട്ടിൽ കയറി വരും. എന്താ കാര്യം? ചെറുക്കം വഴി വെച്ച് കാണിച്ചു കുട്ടിയേക്കുന്നതിന്റെ ബാക്കി കഥകെ മുട്ടുമ്പോ പേടിക്കാറുണ്ട്. നാട്ടുകാർ കയറി വന്ന് വെറുതെ വയറങ്കാലത്ത് തല്ലും ചേട്ടം അവിടെ ഒക്കെ മേടിക്കേണ്ടി വരും. എന്താണ് ഇതിന് ഇല്ലാത്ത കാശെല്ലാം ഉണ്ടാക്കണം. ഇവൻ വരത്തെ കടം വീട്ടണം, ചായക്കടയിലെ പറ്റി കൊടുത്ത് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് എന്തോ കുഞ്ഞുങ്ങളെ ഇല്ലാത്ത എല്ലാം പഠിപ്പിക്കും അല്ലെ? പ്രത്യേക ഭക്ഷണക്രമം. പുറത്തു പോയി കഴിച്ചു അല്ലെ? നമ്മൾ പറയും, എന്ത് പറയും? വീട്ടിൽ വെക്കണ്ടല്ലോ, നേരം വീട്ടിൽ അടങ്ങിയിരിക്കാന്ന് പറയും. പുറത്തു പോയി മക്കള് കഴിച്ചോ, കാശെടുത്ത് കൊടുക്കും. ഇവൻ പുറത്തു പോയി എന്നതാ കഴിക്കുന്നത്? ആർക്കറിയാമെന്ന് എന്നാ കഴിക്കുന്നത്? ഇതെല്ലാം വളരെ കുഴപ്പമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കാം. കർത്താവ് പറഞ്ഞു, ഹൃദയം മഞ്ജനതയാണ്. ആരുടെ ഹൃദയം? ബാലന്റെ ഹൃദയത്തോട് ദോഷത്വം പറ്റിയിരിക്കുന്നു. എങ്ങനെയാണ് അത് പുറത്ത് കളയുന്നത്? ശിക്ഷയ്ക്കുള്ള വഴി ദോഷത്തെ അകറ്റി കളയും. അതിനകത്ത് അതിന്റെ 6-ാം വാക്യം നോക്കി, 22-ന്റെ. നിങ്ങളുടെ ബൈബിളിൽ അത് വായിച്ചില്ല, പഠിച്ചാലും കുഴപ്പമില്ല. ഒരു കളത്തിനകത്താക്കി പിള്ളേരുള്ളവർ ബാലൻ അല്ലേ? അവിടെ ഇടക്കളവൻ നല്ല പറഞ്ഞേക്കുന്നത്. പിന്നെ ബാലൻ ഒന്നാമത് പ്രായമൊക്കെ ആയിട്ട് പറഞ്ഞു മനസ്സിലാകുന്ന പ്രായത്തിൽ ഒരു 10-18 കഴിഞ്ഞ് ചിത്രം ഇറങ്ങാന്ന് പറഞ്ഞാൽ നമ്മള് ദൈവത്തിൽ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. ബാലൻ ബാലൻ എന്ന് പറഞ്ഞ ഏത് പ്രായമാണ്? ബാല്യം ഏത് പ്രായം? ബാല്യം ഏത് പ്രായമാണ്? ഏത് പ്രായമാണ് ബാലൻ? ശമുവേൽ ബാലൻ മുലകുടി കഴിഞ്ഞ് പള്ളി കൊണ്ടിരുന്നു ആക്കി എന്നല്ലേ എഴുതിയേക്കുന്നത്. നിങ്ങൾ നോക്കാം, ഹന്നാമ്മച്ചിയെ നോക്കി നമ്മൾ പഠിച്ചതാവാം. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 21-22 വായിച്ച്. 1-ാം അധ്യായം 21-22. ദൈവം ഏതിനാണ് പ്രാധാന്യം പ്രയോജനപ്പെടുത്തേക്ക്? എന്തിനാണ്? മറ്റു കാര്യങ്ങൾക്കാണോ നോക്കി. പിന്നെ എന്ന പുരുഷനും അവന്റെ കുടുംബമൊക്കെ യഹോവയ്ക്ക് വർഷാന്തരയാകവും നേർച്ചയും കഴിപ്പാൻ പോയി. എന്നാൽ ഹന്ന അവിടെ പോയില്ല. അവൾ കർത്താവിനോട്, ശിശുവിന്റെ മുലകുടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ട് പോരാമെന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടോ? അവള് പള്ളിയിൽ പോയില്ല. നമുക്കൊക്കെ പള്ളിയിൽ പോകാൻ തീയ. മക്കളെ ശരിയാക്കുന്നതാണോ വലുത് പള്ളിയിൽ പോകുന്നതാണോ? അതിന് പറയും, ഈ വാക്ക് വെച്ചിട്ട് പറ, എന്നോട് പറ. ഞാനെങ്ങനെയാ വേറെ ദിവസം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എനിക്കറിയാം. പള്ളിയിൽ പോകുന്നതാണോ പ്രധാനം, മക്കളെ ശരിയാക്കുന്നതാണോ പ്രധാനം? ഈ വാക്ക് വെച്ചിട്ട് പള്ളിയിൽ ഞാനിപ്പോ വരുന്നില്ല, കൊച്ചിനെ മറുപടി മാറും. പള്ളിയിൽ കൊണ്ട് കിടത്തി ബാക്കിയുള്ളവർ കൂടെ വചനം കേൾക്കാൻ, അതുപോലെ കാര്യം കുറിച്ച് വേളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. കൊച്ചിന്റെ മറുപടി ഒന്ന് മാറട്ടെ, പിന്നെ അവൻ എന്നും യഹോവയുടെ സന്നിധിയിൽ വന്ന് വസിക്കേണ്ടത് ഞാൻ അവനെ ഇവിടെ ആയിക്കൊള്ളാമാണ് പറയുന്നത്. അങ്ങനെയാണ് ദൈവം. അവന്റെ കുഞ്ഞ് പിന്നെ എന്നും ദൈവത്തിന്റെ സന്നിധിയില്ല. അല്ലാത്തവൻ എങ്ങനെയാ? മസൽ പിടിക്കണം, പള്ളിയിലോട്ട് വരണം, കെട്ടി വലിക്കുക. ചെറുക്കനെ പള്ളിയിൽ കൊണ്ടുവരാനായിട്ട് വരുമോ? എന്നടാ നീ പള്ളിയിൽ വന്നില്ലെങ്കിൽ അമ്മ തൂങ്ങിച്ചാവും എന്ന് പറയുന്നവരുണ്ട്. നീ പള്ളിയിൽ വരണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അമ്മ എത്ര അമ്മമാരെ ആത്മഹത്യ ചെയ്യുന്ന പിള്ളേരെ പേടിപ്പിക്കുന്ന കാര്യം ഒന്ന് അനുസരിപ്പിക്കാൻ വേണ്ടി അപ്പൊ സ്ഥലത്തുണ്ട്. ഇത് അറിയുന്നുണ്ടോ ഇല്ലേ? തന്നെ പറഞ്ഞു, അവനെ ഞാൻ പാലം നടക്കേണ്ടുന്ന വഴിയിൽ ഞാൻ അഭ്യസിക്കും. പള്ളിയിൽ കൊണ്ടാക്കി മുലകൂടി മാറി കഴിഞ്ഞപ്പോൾ എത്ര വയസ്സോടെ മുല കുടിക്കും? ന്യായമായിട്ട് ചിലരൊക്കെ അങ്ങ് ഒത്തിരി കുടിപ്പിക്കുമായിരിക്കും. പക്ഷെ അത് കിടക്കട്ടെ. എന്നാലും ന്യായമായിട്ട് എത്ര വയസ്സ് വരെ മുല കുടിക്കാം? നമ്മുടെ ഒരു പരിചയം സാധാരണ ഒരാളെന്ന് പറയുന്നത് എത്ര? 2 വയസ്സ്. പറഞ്ഞ 2 വയസ്സ് ശരിയാ, അല്ലെ 3 വയസ്സ്. ഞാൻ ഒരു വയസ്സ് ഗ്രാൻഡ് ആയിട്ട് ഇട്ടിരിക്കുക. 4 വയസ്സ് ഞാൻ പോയി അവിടെ പണി കഴിയും. മനസ്സിലായോ? അങ്ങനെ 2 ദിവസം പഠിപ്പിക്കും. 2 3 വയസ്സ് അല്ലെ 4 വയസ്സ് വരെയുള്ള മുലകുടിയേ ഉള്ളൂ. ആ മുല കുടിക്കുന്ന കാലത്ത് എന്ത് ചെയ്യണം? ഈ മുലകുടി മാറാൻ വീട്ടിൽ ഇരുന്ന് മനസ്സിലായെന്താണ്? ആ കുഞ്ഞ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും ആലയം വിട്ട് മാറുകയില്ല എന്നാണ് 22-ന്റെ 6-ാം വാക്യം പറയുന്നത്. ആലയം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധി, ദൈവഹിതം, ദൈവ ഇഷ്ടം ചെയ്യുവാനുള്ള അവന്റെ താല്പര്യം വിട്ടുപോകുകയാണ്. അത് ബാല്യത്തിൽ പഠിപ്പിച്ചാൽ വൃദ്ധനായാലും വിട്ടുമാറി. ഇത് വാർത്തത്വമാണ്. നിങ്ങൾ ഇതൊന്ന് അഭ്യസിപ്പിച്ചേക്കെന്ന് പരിശോധിച്ചു നോക്കും. നിങ്ങളിത് വരച്ചിടാൻ പറഞ്ഞത് അതുകൊണ്ട് അത് അവരെ എന്ത് ചെയ്യണം? ട്രെയിൻ ചെയ്യും, അഭ്യസിപ്പിക്കുക. അതാണ് പറയുന്നത്, ട്രെയിൻ ചെയ്യും. തീർച്ചയായും. അപ്പൊ കുഞ്ഞിനെ ട്രെയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ 13-ന്റെ 20 നോക്കിയ സദൃശവാക്യത്തിന്റെ 13-ന്റെ 20
പറയുന്നത് ട്രെയിനിങ് പ്രോസസ്സിനെ ദൈവം കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കിയാൽ 13:20. ജ്ഞാനികളോടുകൂടെ നടക്കാം, നീയും ജ്ഞാനിയാകും. അപ്പൊ അപ്പൻ എങ്ങനെയുള്ളവരായിരിക്കണം? കുഞ്ഞിനെ ട്രെയിൻ ചെയ്യുന്ന അപ്പൻ എങ്ങനെയുള്ളവരായിരിക്കണം? എന്താണ് ജ്ഞാനം? സദൃശവാക്യം തന്നെ പറയുന്നത് 1:7. എന്താണ് ജ്ഞാനം? യഹോവ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന പുരുഷനാണ് ജ്ഞാനി. ആ ജ്ഞാനിയോടുകൂടെ ഈ കുഞ്ഞ് നടക്കണം. കുഞ്ഞിനെ നമ്മുടെ കൂടെ കൊണ്ട് നടക്കണം. നിങ്ങള് ആവർത്തന പുസ്തകം 6-ാം അധ്യായം എടുത്ത് ദൈവം വീണ്ടും പറയുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ആവർത്തന 6. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ 4-ാം വാക്യം മുതൽ അവിടെ വായിച്ചു. ഇസ്രായേലേ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവയെ നിന്റെ വീട്ടിലെ കട്ടളകളിന്മേലും പടിവാതിലുകളിലും എഴുതണം. മതി. ഇങ്ങനെ ചെയ്താൽ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പിതാക്കന്മാരെ അനുഗ്രഹിച്ചോ നിന്നെ അനുഗ്രഹിക്കുമെന്നാണ് വാക്കുള്ളത്. ഇതിന്റെ അർത്ഥം എന്താ? ഇത്രയും വാക്യങ്ങൾ വായിക്കും. നിങ്ങൾ എഴുതണമല്ലേ? ദൈവത്തെ ഓർത്ത് നിങ്ങൾ എഴുതണം. ഇത് നിങ്ങളെ ആ നോട്ടിന്റെ സൈഡിലൊക്കെ ഞാൻ പറയുന്ന വാക്യങ്ങളെല്ലാം എഴുതും. നിങ്ങൾക്ക് വാക്യം വായിക്കാവോ? അറ്റ്ലീസ്റ്റ് ആ വാക്യങ്ങളെല്ലാം നിങ്ങൾ എഴുതിയത്. അതിനുവേണ്ടിയാണ് ആ പേപ്പർ തന്നിരിക്കുന്നത്. അവിടെ കുട്ടിയെ ശരിക്കും ആ ഇവിടുത്തെ ഭാഗത്തൊക്കെ നിങ്ങൾ എഴുതിക്കോ. അതിന്റെ അത് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർക്കും. പിന്നീട് ഇത് വായിച്ചു കഴിയും. ഇവിടെ എന്താണ് പറയുന്നത്? ജ്ഞാനി ചെയ്യുന്ന കാര്യം പറയുന്നത്. ജ്ഞാനി എന്താ ചെയ്യണം? യഹോവയെ എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിച്ചു തുടങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ഈ വചനങ്ങൾ ഹൃദയത്തിലിരിക്കുന്ന ആളുടെ പേരാണെന്ത്? ജ്ഞാനി. യഹോവയുടെ വചനങ്ങളെ ഹൃദയത്തിൽ പേര് കിടക്കുന്നവരാണ് ആര്? ഈ ജ്ഞാനിയോടുകൂടെ നടന്ന കൊച്ചും ജ്ഞാനിയാവും. ഒന്നാമത്തെ കാര്യം അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി അതെങ്ങനെയാണ് ദൈവത്തിന്റെ വചനം കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾ നോക്കി എങ്ങനെയാണ് ചെയ്യുക? എന്താണ്? നീ അതിന്റെ മക്കൾക്ക് നിന്റെ വീട്ടിൽ ദൈവത്തിന് ഉപദേശിക്കണം. പ്രിയപ്പെട്ട സഹോദര, നീ വീട്ടിലെ പുരോഹിതനാണ്. ആരാണ്? വീട്ടിലെ പുരോഹിതൻ. അല്ലാതെ തന്നെ പുരോഹിതനാണ്. വീട്ടിൽ എത്രയാണ്? വീട്ടിൽ ദൈവത്തിനെ പഠിപ്പിക്കുന്ന ആളാരാണ്? പിതാവാണ്. മക്കളോടത് ഉപദേശിച്ച് കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഉപദേശം കൊടുത്താൽ മാത്രം പോരാ. പിന്നെ അതായത് നിന്റെ കുഞ്ഞുമായി നീ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ കാര്യം ഒരാൾ കാണിച്ചു കൊടുക്കണം. ദോഷമുള്ളതിനെ കാണിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ പാടിച്ചു കൊടുക്കണം. ഇതാണ് അതിന്റെ ഗതി. ഇങ്ങനെ ദൈവവചനത്തിലെ വചന സത്യങ്ങൾ നിന്റെ കുഞ്ഞിനോട് നടക്കുകയും എടുക്കുകയും പോവുകയും വരികയും ആഹാരം കഴിക്കാനിരിക്കുമ്പോഴും കിടന്നുറങ്ങാൻ കൂടെ കഴിക്കുമ്പോഴും തമാശയായിട്ട് കൊച്ചിനെ നെഞ്ചത്തൊക്കെ കിടത്തി നമ്മൾ താലോലിക്കുമല്ലോ. അന്നേരം എല്ലാം എന്നാ പറഞ്ഞു കൊടുക്കണം? ദൈവത്തിന്റെ വചനമാക്കും. അവനെ ഓഡിയോ ബൈബിള് കേൾക്കാൻ പഠിപ്പിക്കണം. ഞാൻ പറയുന്നു, ദൈവത്തിലെ വീഡിയോ ഇട്ട് കാണിക്കണം. പഴയ കഥകള് മഹാന്മാരായ ദേവദാസന്മാർക്ക് പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ ദേവദാസന്മാരുടെ ഓഡിയോ ഉണ്ട്. വില്യം കേരിയെപ്പോലുള്ള ആളുകളെ ജീവിച്ച അവരുടെ ജീവചരിത്രം നല്ല വീഡിയോ ഉണ്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങളെ കാണിക്കണം. ചില റിസ്ക് ഉള്ള കാര്യമാണ്. ഒരു അവധി കിട്ടുമ്പോൾ ഒരു സിനിമയായിട്ട് കാണാൻ പോകുന്നു, അതോ ഇത് കാണാൻ പോകുന്നു. പക്ഷെ ഇവിടുന്ന് അങ്ങനെ കാണുന്നവരില്ലാത്തതുകൊണ്ട് പലർക്കും കാണുന്നവരും. പ്രിയപ്പെട്ടവരെ, ഇതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഈ ദൈവത്തെയും ഈ ദൈവത്തിന്റെ ഹിതത്തെയും ഉയർത്തി ബാല്യത്തിലെ നുകം ചുമക്കുന്നത് ഒരു പുരുഷൻ എന്ന് പറയുന്നത് പുരുഷനായി കഴിയുമ്പോൾ നന്മ അനുഭവിക്കുന്നതിന്റെ നുകം ചുമക്കുന്ന എന്നാ? ബാല്യം. യഹോവ അത് അവന്റെ മേൽ വെച്ചിരിക്കുക, അവൻ മുഖം നിലത്തോളം ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൗകര്യങ്ങൾ പറയുന്നതിനെ കുറിച്ച് പല മാതാപിതാക്കൾക്കും 18 വയസ്സാകാൻ നോക്കിയിരിക്കുകയാണ് ബൈക്ക് മേടിച്ചു കൊടുക്കുക, അല്ലെ വഴിയിട്ട് പിടിക്കും പോലീസ്. അത് 18 വയസ്സാക്കാൻ ഇരിക്കണം. ചെറുത് പോലെ എങ്ങനെയാണ് നാട്ടിലെ പ്രശ്നമാണ്. ഭയങ്കര ചെറിയ അടിയൊന്നും പോലെ ഭയങ്കര ഇടിയടി ഓടാൻ പോകണം, ചീറ്റികം പോവാണ്. പിന്നെ ഇവനെ കാണുന്നത് എവിടെയാണ്? നോക്കി പനിയൊക്കെ വെച്ച്
സംഗതി വലിച്ചെടുക്കണം. അയ്യോ, മേടിച്ചു കൊടുത്ത ആരാ? ആവശ്യമില്ലാത്ത പത്മാസുരനെ മേടിച്ച് അതിന് മണ്ടയ്ക്ക് ഇവനെ കയറ്റി ഇവൻ ചീറ്റാൻ തുടങ്ങി. നല്ല പ്രായമല്ലേ, 18 വയസ്സ്. കഴിക്കുന്ന ചില്ലറ സാധനം വല്ല ആണോ? പണി ചെയ്തുകൊണ്ട് അങ്ങോട്ട് കൊടുക്കുമല്ലേ? ഇതെല്ലാം കഴിച്ച് തടിച്ചിട്ട് ചീറ്റി നാട്ടുകാരെ കൊന്ന് ഇവന് പലതും വഴിയിൽ അവസാനിക്കുക. ഇതാരാ ചെയ്യുന്നത്? വാസ്തവത്തിൽ ഇത് ചെയ്യുന്നത് അപ്പനും അമ്മയുമാണ്. യഹോവയുടെ വഴിയിൽ അപേക്ഷിച്ച് യഹോവയുടെ കാര്യത്തിലുള്ള ഭാവമാക്കുവാൻ പറഞ്ഞിട്ട് ലോകത്ത് 4 ആളുടെ മുമ്പിൽ എന്റെ ചെറുക്കൻ ജീൻസും ഒക്കെ ഇട്ട് രോഗം പുറപ്പിച്ച് പോകുന്ന ഒപ്പനം കൂടെ തെളിവാണ്. എന്തൊരു തെളിച്ചലാണ് ഇതെല്ലാം കൂടെ. ദൈവം വേറുദ്ദേശിക്കും. ദൈവത്തെ അനുസരിക്കാൻ മനസ്സിലാത്തവരുടെ മേലെ എന്ത് കിടപ്പുണ്ട്? ശാപം. അത് തലമുറകളിലൂടെ ഇങ്ങനെ കൊണ്ട് നമുക്കതുണ്ടായത്. റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. അപ്പൊ നമുക്ക് ഇവരുടെ ഹാർട്ടിനെ ശരിപ്പെടുത്തി എടുക്കുന്ന ഒരു ജോലിയാണ്, അല്ലെ? അതിനൊരു കാരണം ലൂക്കോസിന്റെ പുസ്തകം 6-ാം അധ്യായം 45-ാമത്തെ വാക്യം. ഹാർട്ട് എന്താണോ അതാണ് മനുഷ്യനെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എന്താണ് ഇവിടുത്തെ ഹാർട്ട്? അതാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് നമ്മുടെ ഹാർട്ടിനെ അഡ്രസ് ചെയ്യണമെന്ന് പറയുന്നത്. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിശ്ചയത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായിട്ട് നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയം നിറഞ്ഞു കഴിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. ഈ പറഞ്ഞതിൽ എന്തായി? ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേ അറിയാതെ എവിടുന്നായി സംസാരം വരുന്നത്? ഒരു ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ സംസാരിക്കുന്ന കേൾക്കുന്നവർക്കൊരു തണുപ്പ്. നമ്മുടെ മക്കൾ ആ നിലയിൽ സംസാരിക്കുന്നവരായിട്ട് വന്നു ഹൃദയത്തെ കൈകാര്യം ചെയ്ത് ചെറുപ്പത്തിലെ ഹൃദയത്തെ നമ്മൾ അഡ്രസ് ചെയ്താൽ, കണക്ട് ചെയ്താൽ, ഷെപ്പേഡ് ചെയ്താൽ എന്ത് ചെയ്യും? അവരുടെ ഹൃദയം നേരെയാണ്. നമ്മുടെ ഹൃദയം, കുട്ടികളുടെ ഹൃദയത്തെ നമ്മളെങ്ങനെ നമുക്ക് ഉദാഹരണം നമ്മുടെ നോട്ടിനകത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം വരും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമ്മളെ ശിക്ഷിച്ച് വളർത്താമെന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? വെറുതെ നമ്മൾ പിള്ളേരെ ശിക്ഷിച്ച് നോക്കി അവരോട് അനുസരണം പറഞ്ഞാൽ അനുസരണം നിരസിക്കുന്ന നമ്മൾ കണ്ടതല്ലേ? കാരണം എന്താണ്? ഈ ആദ്യം ശ്രദ്ധിക്കുന്നത്, ഈ കുഞ്ഞുങ്ങൾ ബോൺ സിന്നേഴ്സാണ്. എന്താണ് ബോൺ? ഇവർക്ക് ദൈവത്തോടും ദൈവിക നിയമങ്ങളോടും മറുതലിപ്പ് ഉണ്ട്. കാരണം ഇവർ പാപികളാണ്. അതുകൊണ്ടാണ് പോഷണം പറ്റിയിരിക്കുന്ന പറയേണ്ട കാര്യം. ഇവരെ നീതിയായിട്ടുള്ള കാര്യത്തെ മുഴുവൻ ഇവർ എതിർക്കുന്നവർ. അവർക്ക് ഭയങ്കര തന്നിഷ്ടവും. ഞാൻ പറയാം, അവർ വിഗ്രഹാരാധികളാണ്. അവർ ദൈവ മക്കളല്ല, അവർ വിഗ്രഹാരാധികളാണ്. ഞാൻ കുഞ്ഞുങ്ങൾ മരിച്ച സ്വർഗത്തിൽ പോകുന്ന പഠിപ്പിക്കുന്ന ഒരാളാണ് നിശ്ചയമായിട്ടും. കാരണം ഒരു പ്രിവിലേജ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്കല്ല പ്രശ്നം. ഈ കുഞ്ഞുങ്ങളെ ശരിയാകാത്ത ഉത്തരവാദിത്വം കുഞ്ഞുങ്ങൾക്കാണോ മാതാപിതാക്കൾക്കാണോ? അത്രയൊക്കെ കുഞ്ഞുങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകും. ഈ മോശം മരിച്ചാൽ എവിടെ പോകും? സ്വർഗത്തിൽ പോവാ. നന്മയും തിന്മയും തിരിച്ചറിയുന്ന ഒരു പ്രായത്തെ കുറിച്ച് ഏശയ്യാ എഴുതി പറയുന്നു. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുന്ന പ്രായം. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ഉത്തരവാദിത്വം തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുന്ന പ്രായം എന്നൊരു സൂചനയുണ്ട്. എന്നിട്ട് ശിശുക്കളെ സംബന്ധിച്ച് കർത്താവിന് ഒരു കൺസേൺ. കർത്താവ് എപ്പോഴും പറഞ്ഞു ശിശുക്കളെ തടയണ്ട, അവരെന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞു. പിന്നെ വേറെ സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്, ദാവീദ് രാജാവിന്റെ ബെത്ശബയിൽ പാപത്തിലുണ്ടായ കുട്ടി മരിച്ചുപോയി. പാപം ചെയ്തുണ്ടായ കുഞ്ഞാണ്, അല്ലെങ്കിലും ഭാവിയാണ്. എങ്ങനെ ഉണ്ടായാലും കുഞ്ഞാണ്. ഏത് കുടുംബത്തിൽ എനിക്കുന്നതും ഭാവിയായ കുഞ്ഞാണ്. പക്ഷെ ആ കുഞ്ഞ് മരിച്ചതിനെ കുറിച്ച് ഞാൻ ആത്മാവിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഞാൻ അവചരിക്കുന്നത് കാരണം അവൻ ഇങ്ങോട്ട് വരിക. അതിൽ നിന്ന് എന്നാ മനസ്സിലാക്കാം? ഒരു കുഞ്ഞ് മരിച്ചാൽ ദാവീദായാലും നല്ലൊരു പോയി നമുക്ക് ഉറപ്പ് ഗ്യാരണ്ടി ഉള്ള ഒരാളാണ്. പുള്ളി പറഞ്ഞു എന്റെ ബോധിച്ച മനുഷ്യനാണ് പറഞ്ഞത്, സർട്ടിഫൈ ചെയ്ത ആളാണ്. അപ്പൊ ദാവീദ് പറഞ്ഞു എന്റെ കുഞ്ഞിനെ ഞാൻ അവിടെ ചെന്ന് എന്റെ അടുത്ത് അവരോട് പോകും. വേറെയും വാക്യങ്ങളുണ്ട്, വിഷയമല്ല. അപ്പൊ നമുക്കറിയാനായിട്ട് സാധിക്കും. ഏതായാലും കൊള്ളാം, ഈ കുഞ്ഞങ്ങോട്ട് പോകും. അതൊരു പ്രിവിലേജ് മാത്രമാണ്, നന്മയുടെ പേരിലല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന്റെ പ്രിവിലേജ് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുന്നില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നത്, 30-ാം വാക്യത്തിൽ പറയുന്നത് കൊണ്ട് നിശ്ചയമായിട്ട് പല വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുഞ്ഞു സ്വർഗത്തിൽ പോയി. പക്ഷേ കുഞ്ഞ് പരാജിതനാകുന്നത് ഈ ബാല്യപ്രായം കഴിഞ്ഞ് കുഞ്ഞ് നശിച്ചു പോകുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കുണ്ട്? മാതാപിതാക്കൾക്ക്. കാരണം കുട്ടി നാച്ചുറലാണ്. ദൈവവചനം നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിച്ചാലോ കാണാപ്പാടം വാക്യം പഠിപ്പിച്ചാലോ ഒന്നും അല്ലത് ഗ്രഹിക്കണോ നിർബന്ധമില്ല. കാരണം 1 കൊരിന്ത്യർ 2:14 നോക്കി, അവര് കാർണലാണ്, നാച്ചുറലാണ്. അവരുടെ ഹൃദയം ന്യൂട്രൽ അല്ല, മറിച്ച് നാച്ചുറലാണ്. ഇതാണ്
2:14 വായിച്ചേ. ഓ നോക്ക്, പോഷത്വം. അപ്പൊ ബാലന്റെ ഹൃദയത്തോട് എന്താ പറ്റിയിരിക്കുന്നത്? പോഷത്വം. അപ്പൊ ദൈവത്തിന്റെ വചനം യഹോവ എന്റെ ഇടയനാകുന്നു എന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളോടൊന്ന് പറയുന്നത് ഇത് മതി. കൊച്ചിന്റെ കാര്യം റെഡിയായി എന്നാണ് വിചാരിക്കുന്നത്. വേറെ കാര്യം ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, ട്രെയിനിങ് ഒക്കെ നല്ലതാണ്. ഇവിടെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം നീക്കുമൊക്കെ ഒന്നുകൊണ്ട് വരുന്നില്ല. കൊച്ചു പറയും യഹോവ എന്റെ ഇടയനാണെന്ന് പറയും, പലതും പറഞ്ഞിരിക്കും. പക്ഷെ അതല്ല വിഷയം. കാരണം ദൈവജനത്തെ ആത്മീയമായി വിവേചിക്കാൻ ആർക്ക് കഴിവില്ല, കുഞ്ഞിന് കഴിവില്ല. കാരണം അവന്റെ ഹൃദയം പോഷത്വം പറ്റിയിരിക്കുകയാണ്. അവൻ ദൈവത്തോട് ശത്രുതയിലാണ് ഇരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തെ അവൻ ആസ്വദിക്കുന്നില്ല. അവന്റെ ഹൃദയത്തിൽ കൃപയുടെ പരിചരണം ആരംഭിച്ചിട്ടില്ല. അവന്റെ ഹൃദയത്തെ കൃപ സ്പർശിച്ചിട്ടില്ല. അതുകൊണ്ട് അവന്റെ ഹൃദയത്തെ എന്ത് ചെയ്യണം? അഡ്രസ് ചെയ്യണം. എന്താ ചെയ്യേണ്ട അവന് വേണ്ടി? കുട്ടികളെ ഭാവികളാണ്. അവിടുത്തെ വാക്യമൊക്കെ നിങ്ങൾ നോക്കി. റോമർ 3:23 എന്താണ്? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്യുന്നു പറയുമ്പോൾ ആരാണ്? കുട്ടികളുണ്ടോ അതിനകത്ത്? എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. നീതിമാനില്ല, അല്ലെ? ഗ്രഹിക്കുന്നവനില്ല, ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. അപ്പൊ ഈ വാക്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നത് എന്താണ്? റോമർ 1:24 പറയുന്നുണ്ട്. അവന്റെ ഹൃദയ നിരൂപണങ്ങളെ കുറിച്ച് പറയുന്നത്. അതും കുട്ടിയെ സംബന്ധിച്ച് ശരിയാണ്. ശരി, നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ കുട്ടിയുടെ ഹൃദയത്തെ നമ്മൾ അഡ്രസ് ചെയ്യാനായിട്ട് പോവുക. ചില വാക്യങ്ങള് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ നോക്ക്. ദൈവിക വാഗ്ദത്തങ്ങളെ സംബന്ധിച്ച്, അതായത് കുഞ്ഞിനെ ശരിയാക്കാനുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ താഴോട്ട് പറയുന്നുണ്ട്. അപ്പോൾ നോക്ക്, സദൃശ്യവാക്യം 22:6, 22:15 നമ്മൾ പഠിച്ചു. എന്താണ് 22:6? ബാലൻ നിൽക്കേണ്ടെന്ന് പറയുന്നത് വൃദ്ധനായാലും വിട്ടുമാറുക. 22:15 എന്താ പറയുന്നത്? ബാലന്റെ ഹൃദയത്തോട് പോഷത്വം പറ്റിയിരിക്കുന്നു. വാക്യം പറ. അപ്പൊ നമ്മൾ പറയുന്നത് വടിയുടെ ഓർഡിനേഷൻ ആണ്. വടി എന്ത് ചെയ്യാൻ പോവാണ്? അതിനെ നമ്മൾ ഓർഡൈൻ ചെയ്യാൻ പോവാം. ദൈവം വടി എന്ത് ചെയ്തിരിക്കുന്നു? ഓർഡൈൻ ചെയ്തിരിക്കുന്നു. ചൂരലിനെ, നല്ല ഒന്നാന്തരം ചൂരലിനെ ദൈവം വീട്ടിലോട്ട് നിയമിച്ചിരിക്കുക. നമുക്ക് ധാരാളം വാക്യങ്ങൾ പറയാം. വടിയെ സംബന്ധിക്കുന്ന വാക്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നിരിക്കുന്നതിൽ അവസാനം ഞാൻ 2 പേജ്, ആ മഷി എഴുതിയേക്കുന്ന ആ പേജ്. അപ്പോൾ അത് ഇച്ചിരി തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഇരിക്കുന്ന കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എടുക്കേണ്ട പേജ് 4 മണ്ടയ്ക്ക് എഴുതിയേക്കുന്ന ഒരു പേജ് ഉണ്ടോ? 4. ആദ്യം വടിയെ കുറിച്ച് തന്നെ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. വടിയാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആവശ്യം. എന്താണ്? എന്താ ആവശ്യം? വടിയാണ്. എന്തിനാണ് വടി? വടി ന്യായപ്രമാണം. മനസ്സിലാകുന്നുണ്ടോ? വടി എന്താണ്? ന്യായപ്രമാണം. പഴയ നിയമ പുസ്തകമാണ് വടി. കാരണം ന്യായപ്രമാണത്തിൽ മനുഷ്യനേറ്റ അടിയും ഏറും തല്ലും മരണവും എല്ലാം എന്തിനായിരുന്നു? പാപത്തിന് കോൺസിക്വൻസ് ഉണ്ടെന്ന് പഠിപ്പിക്കാനായിട്ടാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് കാലം. മനസ്സിലാവുന്ന പറയുന്നത്? ഓൾഡ് ടെസ്റ്റ്മെന്റ് ന്യായപ്രമാണം മുഴുവൻ പാപത്തിന് അനന്തര ഫലം ഉണ്ടായെന്നാണ് പറഞ്ഞത്, അല്ലേ? അത് ചെയ്യുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ഇത് ചെയ്യുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇത് ചെയ്യുന്നവളെയും അവനെയും കൂടെ തീരിട്ട് ചുട്ട് കളയണം എന്നൊക്കെയാണ് ന്യായപ്രമാണം പറഞ്ഞത്. അപ്പൊ ഓരോ പ്രവൃത്തിക്കും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കേണ്ടതാണ്. വിതയ്ക്കുന്നത് കൊയ്യും. ഓരോ തെറ്റിനും അതാതിന് യോജിച്ച ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് ന്യായപ്രമാണം മനുഷ്യരാശിക്കുന്നത്. മനുഷ്യരാശിയുടെ ബാല്യകാലമാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് കാലം. അതുപോലെ നമ്മുടെ കുഞ്ഞിന്റെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ടൈമാണ് ബാല്യം. മനസ്സിലാവുന്നുണ്ടോ? ഓൾഡ് ടെസ്റ്റ്മെന്റ് കാലത്ത് എന്ത് ചെയ്യണം? വടിയെ നമ്മൾ അഭിഷേകം ചെയ്യുക. ശരി, വടി കൊണ്ട് എന്തൊക്കെ സാധിക്കുന്നു ദൈവത്തിന്റെ വചനത്തെ നമുക്ക് നോക്കാം. ഇവിടെ വടിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ എവിടെ തൊട്ട് നോക്കാം? ചെറുപ്പത്തിൽ ട്രെയിൻ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏറ്റവും മണ്ടയ്ക്ക് നിങ്ങൾ കണ്ടോ എഴുതിയേക്കുന്നത്? മേളിൽ കണ്ടോ എന്താ എഴുതിയേക്കുന്നത്? പോഷണം പറ്റിയിരിക്കുന്നു. ആദ്യം കുട്ടിക്ക് വേണ്ടത് നിങ്ങൾ നോക്കിയേ. നിങ്ങളുടെ പേനാവിടെ അണി വരച്ചു. ഡയറക്ഷൻ അല്ല, കറക്ഷൻ ആണ്. മനസ്സിലായോ? നിങ്ങൾ കണ്ടോ? അത് ഏറ്റവും ആദ്യം എഴുതിയേക്കുന്നുണ്ടോ? എന്താ എഴുതിയേക്കുന്നത്? കുട്ടിക്ക് വേണ്ടത് എന്താണ്? കറക്ഷൻ, അല്ല ഡയറക്ഷൻ അല്ല. അങ്ങോട്ട് ചെയ്യും. അവനെ എന്ത് ചെയ്യണം? അവനെ കറക്റ്റ് ചെയ്യും. അവൻ കറക്റ്റ് അല്ല. കാരണം അവന്റെ ഹൃദയത്തോട് പോഷണം പറ്റിയിരിക്കുന്നു. ദൈവത്തിന് കൊടുക്കാൻ കഴിയത്തില്ല. കാരണം പ്രാകൃതന്മാർക്ക് അത് മനസ്സിലായി. അത് പോഷണമായിട്ടേ തോന്നുള്ളൂ. എല്ലാ വചനം പറഞ്ഞാലും, എല്ലാ നല്ല പ്രമാണം പറഞ്ഞാലും, മോനെ അങ്ങനെയല്ല, മോനെ ഇങ്ങനെയാണ്, മോനെ ഇത് പറയുന്ന മോനെ നോക്കും. മോനൊരു പ്രശ്നമല്ല. കാരണം പോഷനെ ദൈവത്തിന്റെ വചനവും നൽവഴികളും ന്യായവും നീതിയും ഒന്നും പോഷനെ വിളങ്ങുന്ന സംഗതിയല്ല. അതിനാണ് വഴി. കൊച്ചു കുട്ടിയുടെ കാര്യമാണ്. കിടക്ക പ്രായം എന്നുള്ള കുഞ്ഞിന്റെ കാര്യം നോക്കിയേ.
ഇനി നിങ്ങൾ നോക്കി, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം പറയുമ്പോൾ എന്താണ്, അവര് നിഷ്കളങ്കരല്ല, അവർ സിന്നേഴ്സ് ആണെന്ന കോണി എഴുതുന്നത്. കുട്ടികൾ ന്യൂട്രൽ അല്ല, പിന്നെന്താണ്, നാച്ചുറൽ ആണെന്ന് എഴുതിക്കും. നാച്ചുറൽ ഞാൻ പ്രാകൃതം കേട്ടോ, നാച്ചുറൽ എന്ന് എഴുതിക്കും. ന്യൂട്രൽ അല്ല, പാവം നാച്ചുറൽ ആണ്. അപ്പോൾ പ്രാകൃത മനുഷ്യന് ദൈവത്തിന്റെ വാചകം ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ ചെറുപ്പത്തിലെ ട്രെയിൻ ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുന്ന 25:6 പിന്നെ നമ്മളൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇല്ലെങ്കിൽ എന്ത് പറ്റും? ചെറുപ്പത്തിലെ ട്രെയിനിങ് വന്നില്ല എങ്കിൽ രക്ഷിക്കപ്പെട്ടാൽ പോലും എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ പോലും അവൻ കപടഭക്തനായിട്ട് വന്നു പോവുകയുള്ളൂ. അവൻ ആത്മാർത്ഥ പരീക്ഷന്മാരുടെ സ്വഭാവമുള്ള ആളായിട്ട് മാറും എന്നാണ് ഈ വേദപുസ്തക ഭാഗം പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടിയാണ് അനുസരിപ്പിക്കുക എന്നുള്ളത്. താഴോട്ട് നോക്കുക. അപ്പോൾ നമ്മൾ കാണുന്ന വടി ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷേ ഏറ്റവും ഇടഭാഗത്തുണ്ട് ആധുനിക ശാസ്ത്രം എന്ത് ചെയ്യുന്നു? വടിയെ എതിർക്കുന്നു. അമേരിക്കയിൽ പിള്ളേരെ അടിച്ചാൽ അകത്ത് പോകാൻ യാതൊരു ഇല്ല. അതുകൊണ്ട് അറിയാമായിരിക്കും, അമേരിക്കയിൽ പിള്ളേരെ അടിച്ചു കഴിഞ്ഞാൽ പിള്ളേർ മൊബൈൽ എടുത്ത് ഫോൺ എടുത്ത് ചെയ്യും, പോലീസിനെ കറക്കും. പോലീസ് അന്നേരം വരും, അപ്പനെ എന്ത് ചെയ്യും? ഇവിടെ നിയമം ആദ്യം ഉള്ള പിള്ളേരെ അപ്പോൾ എന്ത് ചെയ്യുന്നു? വടി ഉപയോഗിച്ച് ദോഷം തൂത്തുവാരി കളയാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്, എഴുതിയിട്ടുണ്ട്. പക്ഷെ ആധുനിക ശാസ്ത്രം വടി. പിന്നെ ഞാൻ റോഡ് 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 നൽകുന്നു 3 പ്രാവശ്യം. അപ്പോ ഹൃദയം തൂത്ത് വൃത്തിയാക്കുന്ന ദൈവദത്ത ഉപകരണമാണെന്ത്? എന്ത്? വടി അല്ലേ? നോക്കിയേ, അതിന്റെ സദൃശവാക്യം 20:30 ഒന്ന് വായിച്ചു. ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയും. നിങ്ങളുണ്ടോ? ഒന്നുകൂടെ വായിച്ചു. ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയും. അപ്പോൾ കുഞ്ഞുങ്ങളോട് നോന്ന് പറഞ്ഞൊരു കാര്യം ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? അതെ, ആ കാര്യങ്ങൾ പറഞ്ഞു. എപ്പോഴും നമ്മൾ അടിക്കുന്ന ശ്രദ്ധിക്കേണ്ട കാരണം, അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അടിക്കുന്ന നമ്മുടെ ദേഷ്യം തീർക്കാൻ ആണോ? അത് നമുക്ക് പാപം. നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലുന്നത് നമ്മളെ കൺഫ്രണ്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതിന്റെ പേരിൽ പിള്ളേരെ തല്ലുന്നത് അതെന്താണ്? പാപം. നമ്മള് ജ്ഞാനിയായിട്ട് തന്നെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ദൈവത്തിന്റെ വചനമൊക്കെ ധ്യാനിച്ച് വളരെ പാകത ഇന്ദ്രിയ സെൽഫ് കൺട്രോൾ ഉള്ള അപ്പനായിരിക്കും. സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ആളുകൾ മക്കളെ ചിന്തിക്കാൻ പോകുന്നത്. കുഞ്ഞൊരു തെറ്റ് ചെയ്തു, നോ എന്ന് പറഞ്ഞ കാര്യം കൊച്ചു ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തേന് വെക്കും. എത്ര എനിക്കറിയാം, എന്റെ സുഹൃത്ത് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ചൊരു പ്രൊഫസറിന്റെ ഭാര്യ. പുള്ളിക്കാരി കുഞ്ഞുങ്ങളെ മീറ്റിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ വന്നു കഴിയുമ്പോ പുള്ളിക്കാരത്തി അവർക്കും പിള്ളേർ ഒത്തിരി വേണം. 5-6 ഉണ്ടായിരുന്നു. ഞാൻ പോലും 5 പിള്ളേർ, ഒരു 6 മണിക്ക് വന്നത്. അപ്പോൾ അവർ അമേരിക്കൻ ലേഡി. അപ്പൊ അവര് ഈ കുഞ്ഞിനെ എന്ത് ചെയ്യും? ഇടയ്ക്ക് ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നതാണ്. എടുത്തോണ്ട് പോകുമ്പോഴേ കൊച്ചു കരയാൻ തുടങ്ങും. കാര്യം കൊച്ചു നല്ലവരെ അറിയാം. എന്നിട്ട് ഇവരുടെ ആരെയും ഒരു ബെൽറ്റ് പോലെ സാധനം എന്നിട്ട് ആളെ അങ്ങോട്ട് അഴിച്ചിട്ട് അഴിച്ചു കഴിയുമ്പോഴേ കൊച്ചിന്റെ അറിയാം കമന്ന് കിടക്കും. എന്നിട്ട് അതിന്റെ വസ്ത്രം മാറ്റി കൊടുക്കും. അടിക്കുന്ന സാധനം എവിടെയാണ് അതിനറിയാം അല്ലേ? ദൈവം ആവശ്യമില്ലാതെ അല്ല കുറെ മാംസം പോയി ചില തടിച്ച മാംസം. അതെന്തിനാണെന്നറിയാമോ? അതെന്തിനാ വെച്ചിരിക്കുന്നത്? കവത്ത് കിടത്തി പൊട്ടിക്കാൻ. അവിടെ അടിച്ചാൽ കൊച്ചി അത്ര പോയി യഥാർത്ഥത്തിൽ നമ്മൾ വായിക്കും. അതിനാണ്, അല്ലാതെ ഭാഷകൾ ജീവിക്കാറൊന്നല്ല. എന്തിനാ യാളി കൊടുക്കാം. വേറെ എവിടെ അടിച്ചാലും എപ്പോഴും ഗ്യാരണ്ടി. പക്ഷെ അവിടെ കൊടുക്കും. അപ്പൊ ഈ ഓരോ അടിയും എന്ത് ചെയ്യാണ്? ഹൃദയത്തിന്റെ അറയിലോട്ട് ചെല്ലും. എന്നിട്ട് എന്ത് ചെയ്യും? ദോഷത്തെ തൂത്തുവാരി പുറത്തിട്ട് കളയും. ഇത് ഞാൻ പറയുന്നില്ല, ആര് പറഞ്ഞതാ? ജ്ഞാനിയായ ദൈവം. ശരീരത്തെ ഡിസൈൻ ചെയ്ത ആള് ശിക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സാധനവും കൂടെ കൂട്ടി ആൾ സൃഷ്ടിച്ചാണ് ഒരു മനുഷ്യനെ ഉണ്ടാക്കി. അപ്പോൾ ഈ കൊച്ചു പോയി ഇങ്ങനെ കമന്ന് കിടക്കുന്നതാണ്. പടോ 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 എന്നൊക്കെ യാതൊരു പുള്ളിക്കാരത്തി ചിരിച്ചുകൊണ്ടാണ് കളിക്കുന്നത്. ചിരി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ക്രൂരമായ ചിരിയാണ് കൊണ്ടുപോകുന്നത്. ഈ ആടി മുഴുവൻ കൊണ്ട് കൊച്ചു അനങ്ങത്തില്ല, അടിച്ച് കരഞ്ഞ് മുഖം മുഴുവൻ വല്ലാത്ത അവസ്ഥയായി കഴിയുന്നു. എടുത്ത് കുട്ടി എടുത്തുകൊണ്ടുപോയി ആരാധനയ്ക്ക് കൊച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അടുത്തിരിക്കുന്നവരുടെ മാർക്കോത്സവം കയറി മുന്നേ ഇരിക്കുന്നവരുടെ പുറത്ത് കുത്തിയും മനസ്സിലായി. പല പ്രഭാകങ്ങളിലും പിള്ളേര് കാണിക്കുന്ന പരിപാടി
ഓരോരുത്തരൊക്കെ രക്ഷിക്കപ്പെട്ട് വരുന്ന കുടുംബത്തെ ഓരോ 2-3 ഇടത്തിലേക്ക് കൊണ്ടുവരും. കൊണ്ടുവരുന്ന പിന്നെ ഒരു 2-3 മാസം കഴിയുമ്പോൾ ഇതിന്റെ ഷേപ്പ് മാറി മര്യാദയ്ക്ക് എന്ത് തോന്നും അവിടെ ഇരുന്നു. ഞാൻ പറയട്ടെ, ഇത് ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാന കാര്യം പോയി പറയുക. പിള്ളേരെ കാരണം ഈ അടി, ഈ 2 കൊല്ലം നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ മുഴുവൻ ആയുസിൽ നിങ്ങൾക്ക് ആശ്വാസത്തോടെ ജീവിക്കാനുള്ള വക ഉണ്ടാക്കി തരും. യാതൊരു സംശയവും. അടിച്ചു, ധൈര്യമായിട്ട് അടിച്ചു. ഈ വാക്യങ്ങൾ നോക്കി അടിക്കണം. അടിക്കാൻ ധൈര്യം കുറയുമ്പോൾ എന്ത് ചെയ്യണം? വേദപുസ്തകം ധ്യാനിക്കണം. ഈ വാക്യങ്ങൾ വായിച്ച് ധ്യാനിച്ച് ബലം സംഭവിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ത് ചെയ്യണം? ബെൽറ്റ്, നല്ല ബെൽറ്റ്. സൗകര്യമാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ബെൽറ്റ് കൊടുപ്പിച്ച് ചെയ്ത് പോലെ പള്ളിയിലിരിക്കും. ഇവിടെ അടിക്കരുത്. ആരുടെയും കാണിലൊക്കെ അവമാനിക്കരുത്. ഇഷ്ടമായി ഈ പള്ളി നല്ല ഇവിടെ വേണേലും ഇതുപോലെ സൗകര്യമുള്ള പള്ളിയിലാണ് ഇത് ഇത്രയും വിശാലമായിട്ട് പഠിപ്പിക്കുവാനായിട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഈ കഥ തുടങ്ങുമ്പോൾ പിള്ളേരെ തിരിച്ചു ഒരു ദോഷമില്ല എന്ന് കരുതി മുഖത്തടിച്ചാലും കയറി അടിച്ചിട്ട് എനിക്ക് വാങ്ങിട്ട് എപ്പോഴാണ് അടിക്കുന്നത് മനസ്സിലായി. ആ പ്രായത്തിന്റെ ആ വ്യത്യാസം മനസ്സിലാക്കണമല്ലോ എന്നെ കുറ്റം പറയുന്നത്. അവിടുന്ന് കാലത്ത് കേൾക്കുന്ന ആരുടെ ആയിരിക്കും. കന്യായുടെ 1-ാം അധ്യായം പ്രായത്തിനൊക്കെ ഏകദേശം മനസ്സിലാക്കിയിട്ട് ശിക്ഷ നടപ്പാക്കാനായിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ശരി, അപ്പൊ നമുക്ക് എന്താണ് പറഞ്ഞത്? നമ്മുടെ ആ വാക്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോ. 20-30 അതും വേണേ ഒരു വട്ടത്തിനകത്തു. അത് ഒരു പശുണ്ട്, അത് വട്ടം പഠിച്ചു. അത് എഴുതി തന്നിട്ടില്ല അല്ലേ? നിങ്ങളുടെ നോട്ടിൽ അതില്ല. ഉണ്ടോ? 20-30 എഴുതിയോ നിങ്ങൾ? എഴുതിയിട്ട് കറക്റ്റായിട്ട് 20-30 എഴുതിയിട്ട് 20-30 ഉണ്ടല്ലേ? കൊണ്ട് നിരക്കൊണ്ടായിരിക്കുന്നത്. അത് വട്ടത്തിനകത്തു. നിശ്ചയമായിട്ടും വളരെ പ്രയോജനമായ ഒരു കാര്യമാണ്. ശരി, നമുക്ക് വേഗത്തിൽ പോകാം. അപ്പൊ നിങ്ങൾക്ക് തന്ന പേജിനകത്തുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് 2 പേജ് തന്ന കാര്യം ഞാൻ പറഞ്ഞു. അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ 20-30 അവിടെ തന്നെ നിൽക്കിടാം. അതുകൊണ്ടാണ് ഞാൻ ഈ പേജ് ഫുൾ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം എഴുതിയെടുക്കുന്നത്. അപ്പോൾ എന്താണ്? അപ്പോ ദോഷത്തെ തൂത്തുവാരി കളയുമെന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞിട്ടുണ്ട്? ദൈവം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടിക്കാതിരുന്നാൽ ആ ദോഷം അവിടെ ഇരുന്ന് കുഴപ്പമായി. അടുത്തത് വടിയെ ഓടേം ചെയ്യാൻ ഞാൻ പറഞ്ഞു. നോക്കി, വടി നല്ലൊരു പാസ്റ്ററാണ്. അതുകൊണ്ടാണ് ഓടേം ചെയ്യാൻ ഞാൻ പറഞ്ഞത്. നോക്ക്, വടി പാസ്റ്ററാണോ നോക്കി. 23:14 വരച്ചു. വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. നോക്കി, ആരും സുവിശേഷം പ്രസംഗിക്കാതെ നരകത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കുന്ന സാധനം എന്താണ്? ഷിയൂൾ എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ പറഞ്ഞത്? ഷിയൂൾ. ഷിയൂൾ എന്ന് പറയുന്ന വാക്കെന്താണെന്നറിയാവോ? ശിക്ഷ വിധിക്കപ്പെട്ട ആളുകളിൽ നിന്ന് മാർക്കുന്ന സ്ഥലം, തിരിച്ചു പോയാൽ തിരിച്ചു വരാത്ത സ്ഥലം, അതുപോലെ തന്നെ യഹോവയെ ഒരിക്കലും സ്തുതിക്കാത്ത ഇടം എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് ഷിയൂൾ തരുന്ന മറുപടി. ഷിയൂൾ. അപ്പോൾ ശിക്ഷയ്ക്കുള്ള വടി എന്ത് ചെയ്യുന്നു? ബാലനെ നരകത്തിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ നമ്മുടെ കുഞ്ഞ് നരകത്തിൽ പോകാൻ താല്പര്യമില്ലാത്തവർക്ക് എന്നാ മേടിച്ചോണം? കൊടുത്ത 3-4 വടി ഇല്ലേ? വളരെ വ്യക്തമാണ്. ഈ വാക്കിനോട് സംസാരിക്കുന്നത് വളരെ വ്യക്തമായ കാര്യം. അതുപോലെ നമുക്ക് കുട്ടിക്ക് ജ്ഞാനം പകരുന്ന ഉപകരണമാണ് 29:15 വായിച്ച്. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. തന്നിഷ്ടത്തിന് വീട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. അയ്യോ, തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനെ ഈ പലപ്പോഴും ബാലന്മാർ ഉപദ്രവിക്കുന്ന ആരെയാണെന്ന് അറിയോ? അമ്മമാരെ. അതുകൊണ്ട് ബെൽറ്റ് മേടിച്ചു ധൈര്യമായി. പിള്ളേര് മൂത്ത ആമ്പിള്ളേര് പ്രായമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അമ്മമാരെ ഒരു വകുപ്പുമില്ല. അപ്പനെ പിന്നെ അപ്പന്റെ ആരോഗ്യമൊക്കെ പോകാതുകൊണ്ട് ഇവരോട് പിടിച്ചാൽ ചിലപ്പോൾ ഞാൻ തോട്ടത്തിലൊന്നുകൊണ്ട് ശകലം മാറിയെടുക്കും. കാലിക്കൂടെ ആരോടാ തീർക്കുന്നത്? തള്ളേ വിളിക്കുന്ന പേരെന്താണ്? കുഞ്ഞിലെ അമ്മയെ നല്ല കിട്ടാൻ. മൂത്ത് കഴിഞ്ഞാലോ പേരെല്ലാം മാറി. പിന്നെ ബാക്കിയുള്ള പേരൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അങ്ങോട്ട് പേര് മാറി മാറി വരിക അല്ലെ? കാര്യം നടത്തി കൊടുത്താൽ അമ്മയെ. ഇത്ര സാധിച്ചില്ലെങ്കിലോ തള്ളെ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ.
അതുകൊണ്ട് അത് കേൾക്കാൻ എടുക്കരുത്. എന്ത് ചെയ്യണം? ജ്ഞാനിയായിട്ട് നമ്മളിരിക്കണം, ജ്ഞാനിയായി കുഞ്ഞിനെ വളർത്തണം. അല്ലെങ്കിൽ അവൻ അമ്മ എന്ത് ചെയ്യും? അമ്മമാരെ ശ്രദ്ധിക്കുക. അമ്മ എന്ത് ചെയ്യും? അപമാനിക്കും. അമ്മയ്ക്ക് ലജ്ജ വരുത്തും. പിന്നെ നിങ്ങൾ കേൾക്കുമ്പോ ഇടക്കാലത്ത് പറയുമ്പോ എന്റെ വീടിനടുത്ത് ഒരു വീട്ടിൽ 2 ആപ്പിള് ഭയങ്കര മുട്ടാളന്മാരാണ് കറുത്ത. ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരി അമ്മ കുഞ്ഞിനെ കുഞ്ഞായിട്ട് ഞാൻ എന്റെ കുക്കിരി ഉണ്ടാകുന്ന. ഇപ്പൊ ആ സ്ത്രീക്ക് പുറത്തിറങ്ങിയ ചെല്ലുന്നതൊക്കെ മോഷണം പരിപാടി. നാട്ടിൽ പോലീസിൽ വന്നിട്ട് ഇവിടെ വിളിക്കുന്ന പേരെന്നറിയും, തള്ള വിളിക്കുന്ന പേര്. അയ്യോ, നമ്മുടെ ചെവി അടച്ചു പോകുന്നു. ആ പേരാ തള്ള വിളിക്കുന്നത്. പോലീസ് വീട്ടിലോട്ട് വന്ന് കയറിയിട്ട് കേൾക്കാനുള്ളതിനകത്ത് പറയുമ്പോ അവർ കുട്ടിക്കരയും. പോലീസുകാരും മിക്കവാറും വരും. അയാളൊന്നും ഓടും. വീട്ടിലെ അപ്പന്റെ തൊട്ട് അയാളെന്ത് ചെയ്യും? പോലീസിനെ വേണം വരുമ്പോൾ അയാൾ ഇറങ്ങി ഓടും. ഈ തലക്ക് ഓടാൻ പറ്റുമോ? ഇമ്മാരെ എടുത്തിട്ട് ചാർത്തിയാൽ ആർക്കായി വേദന? അപ്പൻ അവന്റെ റൂമിന് കിട്ടിക്കോണ്ടെന്ന് അപ്പം വിചാരിക്കും. പക്ഷെ അമ്മയ്ക്ക് മുമ്പ് വെച്ച അമ്മയല്ലേ. അതുകൊണ്ട് അവിടുന്ന് പോലീസിന് വായിന്ന് ഇതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. ഇവിടെ കിട്ടിയോ? അമ്മയ്ക്ക് ലജ്ജ. അതുപോലെ വലുതും ചെറുതുമായ ഏത് ലജ്ജയും നിങ്ങൾ കുടിക്കും. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യും? ദൈവത്തിന്റെ വചനം ഈ വഴി എന്ത് ചെയ്യും? ദൈവ ഭയം കുട്ടിയിൽ ഇമ്പാക്ട് ചെയ്യും. ഭയം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ? വളരെ ഗൗരവം. പോഷത്വം തൂത്തുവാരി കഴിഞ്ഞാൽ എന്തുണ്ടാവും? യഹോവ ഭയം ഉണ്ടാവും. ഒന്നിന്റെ ഏഴ് വായിച്ചാൽ യഹോവയെ ഭയപ്പെടും. അപ്പൊ ദൈവത്തെ ഒരു പേടിയുണ്ട്. ശിക്ഷിക്കുന്ന ദൈവം ഈ വടിക്കിട്ട് അടി കിട്ടുമ്പോൾ ഒരു കാര്യം അവർക്ക് മനസ്സിലാവും. തെറ്റ് ചെയ്താൽ ഒരു ശിക്ഷ. ഓട്ടെന്ന് പറഞ്ഞ് എന്റെ ദുരിതം പറഞ്ഞാലോ? രക്ഷിക്കപ്പെട്ടില്ല, നരകത്തിൽ പോകുന്നു പറഞ്ഞാൽ പിള്ളേർക്ക് ഏതാ ഈ നരകം? അപ്പൊ നരകത്തിൽ പോകുന്ന പറയുമ്പോൾ പിള്ളേർ ഇവിടെ തപ്പി തന്നാണ്. ആ ശരിയാണ്. നരകത്തിൽ സാധ്യതയുണ്ട്. എത്രയോ കാലം ഞാൻ നരകം അനുഭവിച്ചാണ്. ഇവിടുത്തെ ആ ചൂട് ആദ്യമല്ലേ, ആ നീറ്റെല്ലാം ഓർമ്മ വരുമ്പോൾ നരകത്തെ കുറിച്ചുള്ള ബോധം ചെയ്യും പിള്ളേരുടെ ഹൃദയത്തിൽ. എത്ര നാളുടെ ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. നരകത്തിന്റെ ബോധം അവർക്ക് യഥാർത്ഥമുണ്ടോ? അടുത്തത് ദൈവം കൽപ്പിക്കുകയാണ്, വഴി ഉപയോഗിക്കുകയാണ്. 22:15 നമ്മൾ വായിച്ചായിരുന്നു. 22:15 വായിച്ചു. ശരി ശരി. അടുത്തത് നമുക്കെല്ലാം പിള്ളേരോട് ഭയങ്കര സ്നേഹമല്ലേ? കുഞ്ഞ് മക്കളെ അല്ലേ എന്നൊക്കെയാണല്ലേ? 10 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് മക്കളെ വന്നില്ലയോടി അല്ലേ? വന്നില്ലയോ? എന്തോ ഒരു ആർദ്രതയാണല്ലേ? ഈ ആർദ്രതയല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്താണ്? വടി ഉപയോഗിക്കാത്ത വ്യക്തി എന്ത് ചെയ്യുന്നില്ല? മക്കളെ സ്നേഹിക്കുന്നില്ല. മറിച്ച് എന്ത് ചെയ്യുന്നു? പകയ്ക്കുന്നു. ഈ പകയ്ക്കുന്നു എന്ന് പറഞ്ഞ വാക്ക് ദൈവം പറഞ്ഞേക്കുന്നത് ആരെയാ പകയ്ക്കുന്നത്? ഈ പകയ്ക്കുന്നത് ഭയങ്കരമായ ഘോരമായ ശത്രുവിനെയാണ് അല്ലേ? പിശാചിനെ പകയ്ക്കാൻ പറ്റും. നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു ശത്രുവിനെ പകയ്ക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുമോ? നമ്മുടെ കച്ചവടം കുഴപ്പമോ അല്ല കല്യാണം മുടക്കമോ ഒക്കെ ചെയ്യുന്ന ആളെ പകയ്ക്കാൻ പറ്റുന്ന പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? പകയ്ക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ പശുക്കനെങ്കിൽ തിന്നാൻ കൊടുക്കുകയും ദാഹിക്കുകയും കുടിക്കാൻ കൊടുക്കുകയും ചെയ്യണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? പകയ്ക്കുക എന്ന് പറയുന്ന ആരെയാണ് നമ്മൾ വാസ്തവത്തിൽ പകയ്ക്കുന്നത്? പിശാചിനെയാണ്. സാത്താനെയും അവന്റെ തന്ത്രങ്ങളെയും ആണ് നമ്മൾ പകയ്ക്കുന്നത്. പക്ഷെ വേദോസം പറഞ്ഞു ആ പണി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ശിക്ഷിക്കാതെ വളർത്തുന്ന, അടിച്ചു വളർത്താത്ത കുഞ്ഞുങ്ങള് വാസ്തവത്തിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുക? അവരെ സ്നേഹിക്കുകയല്ല, മനുഷ്യൻ എന്ത് ചെയ്യുക? അവരെ പകയ്ക്കുക. ശിക്ഷിച്ചു വളർത്താത്ത മക്കളെ നമ്മൾ പകയ്ക്കുന്ന വാക്യം നിങ്ങൾ വായിച്ചോ? തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവരോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. അവിടെ എഴുതിയേക്കുന്നുണ്ടാണ് മകന്റെ കാര്യം. അവനെ നോക്കുന്നതല്ല, അവളെ വെച്ചു. പെൺപിള്ളേരാ കൂടെ കൂടെ, ആൺപിള്ളേരല്ല അല്ലേ? പെൺപിള്ളേർക്കൊന്നും ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞാലേ പെൺപിള്ളേരൊക്കെയാ മതില് ചാടി ഹോസ്റ്റലിൽ നിന്ന് മതില് ചാടി പോയി മയക്കുമരുന്ന് മേടിച്ച് ചെയ്യണമെന്ന് പെൺപിള്ളേരെ വലിയ കുഴപ്പക്കാരും അല്ലേ? നമ്മളൊക്കെ അങ്ങനെ സ്കൂളിലൊക്കെ കോളേജിൽ ആമ്പിള് എന്നടാ അല്ലേ? ഇപ്പോഴത്തെ സംസ്കാരം ആരും എന്താണ് ഇടാ കൂടാ അങ്ങനെ വിളിക്കാനാണോ പറഞ്ഞേക്കുന്നത്? വേദോത്സവം പറഞ്ഞേക്കുന്നത് എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു പുരുഷൻ പിന്നെ അവളുടെ ഭാര്യ എങ്ങനെ വിളിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്? യജമാൻ. ഇന്നെന്തൊക്കെ വിളിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇത് ഇടാ പോടാ എന്നാണ്. അത് കേൾക്കുമ്പോൾ കെട്ടിയവൻ എന്തോ കുളിര.
കാറ്റിൽ പറത്തി കഴിഞ്ഞിട്ട് അല്ലേ എന്തൊരു അപമാനമാണ്. ഏതോ ദിവസം പറഞ്ഞ് നല്ല ഭാര്യമാര് ഭർത്താക്കന്മാരെ വിളിക്കുന്ന ഏത് പേരാണ്? യജമാൻ. ഇത് എടാ പോടാ, എന്തൊരു സന്തോഷം. കാലം പോയിരിക്കുന്ന പോക്കെ ഇവിടെ വളർത്തണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേറെ ഒരു കാര്യം. അപ്പൊ മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ മക്കളെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുക, മക്കളെ ആഗ്രഹങ്ങൾ സാധിച്ച് കൊടുക്കറിയാവും. ആഗ്രഹങ്ങൾ സാധിച്ചാൽ പിന്നെ ജീവിതം ഉണ്ടോ? ആഗ്രഹങ്ങളാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ദൈവം നമുക്ക് ദൈവം ആരാ മോൻ? ദൈവം എന്താ ചെയ്യുന്നത്? കാണുന്നത് ലഭിച്ചെങ്കിൽ പ്രത്യാശയുടെ പേരെന്താ? പ്രത്യാശ അല്ല എന്നാണ് റോമാലേഖനം 8 പറയുന്നത്. നമ്മൾ പിന്നെ കാണാത്തതിനായിട്ട് എന്ത് ചെയ്യും? പിന്നെയും പ്രത്യാശിക്കും, പ്രത്യാശ ശേഷിക്കും. ഞാൻ തന്നെ പറഞ്ഞു, അലക്കാരുടെ ചക്രവർത്തിക്കൊന്നും വേണം, വെട്ടിപ്പിടിച്ച സമ്മതമൊക്കെ ഞാൻ കിടക്കുന്നത് ഒന്നൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? എനിക്ക് ഇനിയും വെട്ടിപ്പിടിക്കാനുണ്ട്. ഇതാണ് പ്രത്യാശ എന്താണുള്ളത്. അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹമെല്ലാം സാധിച്ചു കൊടുത്തു. ഓരോ പ്രായത്തിലും അവർക്ക് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹമെല്ലാം പേഴ്സിൽ പൈസ എടുത്ത് മുടക്കി കൊടുത്താൽ ഇവരെന്ത് ചെയ്യും? ഇവര് മ്ലാക്ഷന്മാരാക്കി തീരും. കാരണം ഇവർക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? ഇവർ ചോദിക്കുന്നതെല്ലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും? നല്ല ആഗ്രഹങ്ങളൊക്കെ മാറിയിട്ട് പിന്നെന്ത് ചെയ്യും? ഈ പെർവേർഷൻ എന്ന് പറയുന്ന വാക്കുണ്ട്. പെർവേർഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് കാര്യം, മനുഷ്യനെ ദൈവം കുടുംബത്തിൽ ആക്കി വെച്ചു. ഭാര്യ ഭർത്താവ് അടങ്ങുന്ന സന്തോഷമുള്ള ജീവിതം കൊടുത്തു. പക്ഷേ മനുഷ്യരെ നിങ്ങൾ നോക്കി, ഇന്നത്തെ വൾഗർ സൊസൈറ്റിയിലെ സെക്സിനെ പെർവേർട്ട് ചെയ്യുക. മനസ്സിലായോ? എന്റെ ആശയം നിങ്ങൾ പിടികിട്ടിയോ? കാരണം ന്യായമായത് കിട്ടി ആഗ്രഹം അടങ്ങി കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിന് എങ്ങോട്ട് പായാൻ തുടങ്ങും? മനസ്സിലായോ? അതിന്റെ അധമമായ തലത്തിലേക്ക് അന്വേഷണം ആരംഭിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്, അതൊരു പക്ഷേ വേറെ ക്ലാസ്സിലാണ്. അപ്പോൾ ഈ പെർവേർഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ അർത്ഥം ഇതാണ്: നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രായത്തിൽ, ഓരോ പ്രായത്തിലും അവർക്ക് ലഭിക്കാനുള്ള ആഗ്രഹം. ഞാൻ ചോദിക്കാം, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, ഒരു ചെറുപ്പകാലത്ത് എനിക്കല്ല, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു നല്ല ഒരു ചില ഇറച്ചിക്കൂട്ടാനൊക്കെ കൂടി ഒരു വെറുതെ ആഹാരം കിട്ടുന്നത് വലിയ കാര്യമല്ലേ? അപ്പൊ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ വരാനായിട്ട് എന്ത് ചെയ്യുമോ? എന്തോ ഒരു ആഗ്രഹ കാര്യം എന്താണ്? അന്ന് വെള്ളയപ്പം വരച്ച് തിന്നാം. കഥാവ് ജനിച്ചതോ എനിക്കത് വിഷയമൊന്നും അതങ്ങനെയൊക്കെ കിടക്കും. ആരെല്ലാം ജനിക്കുന്നു. ഇതൊന്നും നമുക്കെന്താ വിഷയം? എന്ന് അത് ചില വെള്ളയപ്പം വരച്ച് വയറ് നിറച്ച് തിന്നാനാണ്. ഓ, ഈ ഒരു ആഗ്രഹം ഒരു വർഷം സൂക്ഷിക്കാം. ഒരു ക്രിസ്മസ് ഡിസംബർ മാസം, ഒക്ടോബർ ആകുമ്പോഴേക്കോ ഇനി നവംബർ ഇത്രയും കൂടെ ഉണ്ടോ എന്ന് എന്താ കാര്യം? ഒരു കഷ്ടം വെള്ളയപ്പത്തിന് അടിച്ചിരിക്കുന്നു. പിന്നെ പിള്ളേർ അതുകൊണ്ട് ബോളടിക്കുകയാണ്. ബർഗറും ഒക്കെ പന്തടിച്ചാണ് അടിച്ചിരിക്കുന്നത്. അല്ലേ? ഗ്രില്ല്, അത് ഇത്, തന്തൂരി ഇല്ലേ? ഇതാർക്ക് വേണം? ചിക്കൻ കറി ആർക്കാ വേണ്ട? തന്തൂരി. ഓ, തന്തൂരി കഴിഞ്ഞപ്പോ ഗ്രില്ല്. ഇനി എന്നൊക്കെയാ വരാൻ പോകുന്ന ആൾക്കറിയാം. പിള്ളേർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഭക്ഷണമാണ് ഒരു മനുഷ്യനെ വേലയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്റെ ചെറുപ്പായ പുരുഷൻ വയറിന് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് അല്ലെ എന്നാണ് എല്ലാവരും പറയും. ഇന്നെന്താ ഞാൻ അതിന്റെ അർത്ഥം എന്താണ്? വിശപ്പായിരുന്ന മനുഷ്യനെ ഈ അന്വേഷണങ്ങളെല്ലാം ഈ 5 വൻകരകളും കണ്ടുപിടിച്ചതിന്റെ കാരണം ഒരു പക്ഷേ എന്താണ്? നമ്മുടെ പിള്ളേർക്ക് പോലും കണ്ടുപിടിക്കുകയാണ്. 6 വൻകരകൾ അവരുടെ മുമ്പിൽ കൊണ്ടെത്തിക്കുകയാണ്. പിന്നീട് എങ്ങനെയാണ് നമ്മുടെ പിള്ളേരെ? പിന്നെ പിള്ളേര് വൃത്തികേട് നടന്നു. കാരണം അല്ലാതെ ആഗ്രഹിക്കാൻ നേരെ കിട്ടാനുള്ളതെല്ലാം അച്ചായ മുന്നേ കൊണ്ടുപോവുക. എന്നാൽ ഒതുക്കൊക്കെ സമ്പാദിക്കാനുള്ള കാര്യങ്ങളിലേക്കാണ് മുന്നിട്ട് പിള്ളേര് വരച്ചു പോകും. പിള്ളേരുടെ ആഗ്രഹം സാധിക്കും. അവരാഗ്രഹം ഭക്ഷണം പോലും അവരുടെ കൊതിയും അവരുടെ നാവിന്റെ രുചിയും അനുസരിച്ച് കൊടുക്കില്ല. അവരുടെ ശരീരത്തിന്റെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആവശ്യം മനസ്സിലായോ? അത് വെച്ചാൽ കൊടുക്കും. ഇത് ഞാൻ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തൊട്ടേ ഹോംവർക്ക് ഈ ധാരാളം പ്രാർത്ഥിക്കും. ഇതാണ് ഏറ്റവും വലിയ വിഷയം. ഒരു വിശുദ്ധനായിട്ട് ജീവിക്കാനായിട്ട് ഉള്ള ശ്രമങ്ങളെക്കാൾ അധികം കുഞ്ഞിനെ വളർത്തുന്ന വിശുദ്ധീകരണത്തിന്റെ പാതയിൽ നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടത്. കാരണം നിങ്ങൾ തന്നെ ഇട്ടുകൊടുത്ത ശീലം പിൻവലിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കൊടിപിടുത്തവും സത്യാഗ്രഹവും ഒക്കെ തുടങ്ങും. ജീവിതം തന്നെ നിസ്കരമാകും. പലപ്പോഴും എന്താണ് നമുക്ക് എങ്ങനെയാണ് ഈ പണി കഴിഞ്ഞത് സ്വസ്ഥമായിട്ട് തുടങ്ങണം. അത് ഇവന്റെ മുന്നോട്ട് എല്ലാം കെട്ടുകൊടുത്താൽ അതെ കടിച്ചോണ്ട് ഇവൻ കിടന്നു. പിന്നെ നമുക്കായി നമ്മുടെ വഴിയായി ഒരു വിഷമമില്ല. ഇതാണ് ഇതിന്റെ കാരണം. നമുക്ക് നമ്മുടെ വഴിയെ ജീവിക്കാൻ വേണ്ടി പിള്ളേരെ എന്ത് ചെയ്യും? വലിച്ച് അവിടോട്ട് ഇട്ടേച്ച് പിന്നീട് പിള്ളേര് വിളിച്ചു പോയെന്നല്ല നമ്മളതിന്റെ കാരണം.
നമ്മൾ ഈ പിള്ളേരെ വളർത്താൻ പോയാൽ നമ്മുടെ ജീവിതം കാടിക്കുഴിയാവും. ഞാൻ ആരും കാടിക്കുഴിയാകും. പക്ഷെ ദൈവത്തിന്റെ രണ്ട് കൈ ആണോണ്ടെങ്കിലിരിക്കും. പ്രധാന കുട്ടിയുള്ളവരായി വർദ്ധിച്ച് ഒഴുകിക്കൊള്ളാൻ പറഞ്ഞ് ദൈവം കൊടുക്കുക. പക്ഷെ ഏത് കാര്യം ക്രിസ്തുയേശുവിനോട് ചേർന്ന് ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ നോട്ടിന് മണ്ടയ്ക്ക് എഴുതിക്കോ 2 തിമോഥെയോസ് 3:12 ഇച്ചിരി കഷ്ടപ്പാടാകുന്ന തടി എഴുതി വെച്ചു. എല്ലാവരും ക്രിസ്തുയേശുവിനോട് ചേർന്ന് ദൈവവചനപ്രകാരം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ ആഗ്രഹിച്ചാൽ എന്തായിത്തീരും? കഷ്ടപ്പാട്. ദൈവവാക്യം ഇതിൽ നമുക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് നിർത്താം. ഒന്ന് വായിച്ചു. എന്താണ് ഈ തല്ലുന്നതിനെ കുറിച്ചാണ് എന്നോട് പറയുന്നത്. മകനെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. വാരി വലിച്ചവനെ ഇഷ്ടമില്ല, സാധിക്കുന്നവർ സ്നേഹിക്കുന്നില്ല, അല്ലാത്തവർ ഒട്ടും സ്നേഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, മകനെ എന്ത് ചെയ്യുന്നു? അവനെ വൈരാഗ്യ ബുദ്ധിയോടെ നശിപ്പിക്കുകയാണ് അപ്പനാലെ അമ്മ. മനസ്സിലായോ? തല്ലാതെ വളർന്ന കുഞ്ഞിനെ എന്ത് ചെയ്യുക? നിങ്ങൾ അറിയാതെ തന്നെ അവനെ നിങ്ങൾ നശിപ്പിക്കണം. അവന്റെ മുതുകിന് നിങ്ങൾ കത്തി കയറ്റുകയാണെന്നാണ് അതിന്റെ പകയ്ക്കുക. ശത്രുവിനെ പോലും നമ്മൾ ചെയ്യുന്ന കാര്യമാണെന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. നമുക്ക് അടുത്ത കാര്യം പറയുന്നത് എന്താണ്? 23:13 വാക്യം 14 വായിച്ചോ? 13 ആദ്യം വായിച്ചേ. അവന് കേട് വരികയില്ല. അപ്പൊ ഈ അടിച്ച ചിലർക്കൊരു വിചാരമുണ്ട്, എന്റെ ഈ കൊച്ചു ഓമന കുഞ്ഞിനെ ഒന്നാമതല്ലേ നല്ല ഇതുപോലെ ഇരിക്കുന്നത്, നല്ല ഒന്നാമതരം പൊമറേനിയൻ കുഞ്ഞാണ്. ഈ ക്യൂട്ടായിട്ടിരിക്കുന്നതിനല്ലേ ഇന്നത്തെ അങ്ങനെ ക്യൂട്ട്. ഈ ക്യൂട്ടിനെ എങ്ങനെ ഈ ചാട്ടക്കഴിഞ്ഞു? പക്ഷെ കഥാവ് പറഞ്ഞു ഈ ക്യൂട്ടിനെ തന്നതാരാ? നമ്മുടെ വീട്ടിൽ ഈ 3/4 നാഴികയായിട്ട് ഇതിന് മുമ്പ് ആർക്കറിയായിരുന്നു ഈ കുഞ്ഞിനെ? അവൻ പറഞ്ഞു വീട്ടിൽ കൊടുത്തേക്കാനാ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു കേട് വരികയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ സൂപ്പർ വിശേഷം പറയുന്നു. ആ അടിക്കേണ്ട സമയം ഞാൻ പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ നിങ്ങൾ എത്ര അടിച്ചാലും ഒരു കേടുമില്ല. നമ്മളെ നിക്കറൊക്കെ ഇരുന്നുകൊണ്ട് പാടും കാണുന്നു. നാട്ടുകാരി ഒരിക്കലും അറിയാം. ഏതായാലും ഒരു നിക്കറയിൽ പിടിക്കാൻ കുഞ്ഞിനെയും കൊണ്ടുപോകുന്നു. ഈ താഴെ വീട്ടിൽ അടിക്കാനാ പറ്റും. നിങ്ങളുടെ വീട്ടിൽ കൊച്ചുകറിയാണോ പിള്ളേരോട്? ഈ കൊച്ചിന്റെ കാലെല്ലാം തന്നെ കാല് ചെയ്ത് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ തന്നെ കൊച്ചുകറിയാണോ എന്ന് വൈകിട്ട് കൊല്ലുവാണ് അടിച്ചത്. കാരണം ഈ കാലിലെ പാടൊക്കെ നമ്മൾ പ്രാകൃതന്മാരാന്ന് പറഞ്ഞു. പലർക്കും വിവരമില്ലല്ലോ, ദൈവത്തെ ആർക്കും അറിയില്ല, വചനം അറിയില്ല. അതുകൊണ്ട് അടിക്കുന്ന സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു അടിക്കണം. അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്തായാലും പറഞ്ഞിരിക്കുന്നത് അവന് കേട് വരില്ല. വായിച്ച 23:13 ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടികൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. ഇതുപോലെ പറയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവൻ ചത്തുപോകുകയില്ലാന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറോട് നിങ്ങൾ ചോദിക്കാൻ പോലെ ഏറ്റവും വലിയ ഡോക്ടറാണ് പറഞ്ഞേക്കുന്നത് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടികൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല എന്നെഴുതി. കൊടുത്തില്ലെങ്കിൽ അവൻ പാതാളത്തോട് നേരെ കറങ്ങിപ്പോകും. ചത്തുപോകുന്ന മാത്രമല്ല സത്തും പോവും, എല്ലാം പോകും, ആകെ പോവും, പോക്കായി പോവും. അതുകൊണ്ട് കൊടുക്കാതിരിക്കരുത്. അടുത്തത് നിങ്ങൾ കണ്ടോ? എന്താ പറഞ്ഞേ? വടി അടിച്ചാൽ അവൻ രക്ഷിക്കപ്പെടുന്ന 23:14 തൊട്ടടുത്ത വാക്യല്ലേ ആണോ? അത് വായിച്ചതാണ്. അതുപോലെ തല്ലെഴുതാത്തത് എങ്ങനെയാണ്? നോക്കിയേ, താഴെ കണ്ടോ? 19:18 വാക്യം അതിന്റെ 2ാം ഭാഗം ബി എന്നാണ് എഴുതിയേക്കുന്നത്. എ ബി ആദ്യ ഭാഗം ഉണ്ട്. 19:18 2 കാര്യമാണ് പറയുന്നത്. ഒന്ന് കോപിച്ച് തരരുത്. എന്താണ് എഴുതിയേക്കുന്നത്? കോപിച്ച് തരരുത്, കൊല്ലുവാൻ തക്കോണം ഭാവിക്കപ്പെടാം. ചുമ്മാ അടിയൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞ് ചിലർക്ക് യാതൊരു കൺട്രോളും ഇല്ല. അപ്പൊ ചുമ്മാ ഇട്ട് അടിക്കുകയും ചെയ്യരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു കോപിച്ചടിക്കരുത് അല്ലേ? ഞാൻ പറഞ്ഞു നമ്മൾ അവനെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെ അടിക്കുന്നത് അതുപോലെ ആയിരിക്കണം അടിക്കുന്നത്. അതുപോലെ എപ്പം വരെ അടിക്കാം എന്നാണ് 19:18 വാക്യം. നീ അടി എവിടെ വരെ? എന്താണ് ഞാൻ എന്നോട് എഴുതിയേക്കുന്നത്? തിരിച്ചടിക്കുന്ന പ്രായം വരെ വേണമെങ്കിൽ കൊടുക്കാവുന്നുള്ളൂ. അത് ഇതിന്റെ ആർക്കറിയാം? ഈ ചെറുപ്രായത്തിലൊന്നും അടിക്കാതെ പിള്ളേരൊക്കെ ഇതിന് പ്രായമായി കഴിഞ്ഞ ഒരു അവസരത്തില് പോലെ നമ്മൾ നടിച്ചു നോക്കാം. എന്താ അറിയോ? പിള്ളേരെ നോക്കുന്നു. അപ്പൊ തിരിച്ചടിക്കുന്ന പ്രായം വരെ എന്ന് പറയും. അപ്പം എതിർത്ത് നടിയെ കുറിച്ച് അവർക്ക് ഭയങ്കര ഒരു മോശമായി. 10-16കാരനൊക്കെ അടിച്ച് അവൻ പറവറാന്ന് വേണം വെക്കും. എന്നാ അറിയാം? What daddy? Why you are so garment? Why? ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് അതൊരു നടക്കലാണ് ചോദിക്കുന്നത്. നമ്മളെ തന്നെ ചൂടിൽ പോകുന്നത് ഒരു മടി, നമ്മളൊരു മടിക്കൂടി ചെല്ലുക നമ്മൾ തന്നെയാണ് അവരുടെ ചോദ്യത്തിന്. അതുകൊണ്ട് ആ പ്രായത്തിന് മുമ്പ്
ഒരടി കൊണ്ടാൽ അടിച്ച് പൂത്തോണ്ടൊക്കെ മാറി നിൽക്കുന്ന പ്രായം വരെയൊക്കെ അടിച്ചാൽ മതി എന്നായി വാക്യത്തിന്റെ അർത്ഥം. അത് മതി. ഇത്രയും കാര്യങ്ങൾ. അതെ. ഇനി എന്താണ് 20:30 പറയുന്നു, അടി അടിച്ചു കഴിഞ്ഞാൽ എന്റെ മനെ കൊച്ചിന്റെ പുറം തേട് അടിച്ചു പോകുകയോ വേണ്ടായിരുന്നു എന്നൊന്നും വിചാരിക്കണ്ട. 20:30 ബാക്കി. ഇവിടെ പറഞ്ഞേക്കുന്നത് അടിക്കുന്നതിന്റെ ഏത് എക്സ്റ്റന്റ് വരെ അടിക്കാം. എവിടെ വരെ അടിക്കാം? അടിച്ചിട്ട് തൊലി പൊട്ടിക്കോട്ടെ. തൊലി പൊട്ടിക്കോട്ടെ, ഒരു പ്രശ്നമാണ്. ദൈവം പറയുന്നു, തൊലി സൃഷ്ടിച്ചവൻ പറയുന്നു അത് പൊട്ടിക്കോട്ടെ. ഈ ചൂരലിന് അടിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടായി. അതെന്താന്ന് എനിക്കറിയില്ല. ചൂരലിന് അടിച്ച് തൊഴിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കില്ലേ? ആവശ്യമില്ലാത്ത വടിയൊന്നും എടുക്കരുത്. ചൂരൽ നമ്മൾ വൃത്തിയുള്ള വടിയാണ്. അത് വീണ്ടും ഭദ്രമായിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് അടിച്ച് പൊട്ടിയാലും ചെയ്യുന്നതാണ്. ഒരു കുഴപ്പമില്ല. ദൈവം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ അതാ. അല്ലെങ്കിൽ ഇനി അടുത്തൊരു കാര്യം നമുക്കറിയാം. 19:13 അടിക്കാതെ വളർത്തുന്ന മനുഷ്യൻ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ നിർഭാഗ്യമാണ്. അടിക്കാവുന്നത് കുഞ്ഞിനുള്ള 19:13 അത് വേണ്ട. നമുക്ക് മൂഢനായ മനുഷ്യൻ. അപ്പൊ ഇത് രണ്ടുകൂടാകുമ്പോ എങ്ങനെയായിരിക്കും? ഒന്നാമത് ഭാര്യയുടെ വെള്ളം ചോറ് തെളിക്കുന്ന വീട് പോലെ ഈ മകനോടാണല്ലോ. ഇത് രണ്ടൂടെ കൂട്ടി എന്നാൽ ദൈവം പറഞ്ഞേക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. ഇത് രണ്ടൂടാകുമ്പോ എന്റെ മോനെ നീ പാടുപെടും. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ അടുത്തത് തല്ലുന്നത് കൊണ്ട് മകൻ മാത്രമല്ല തലമുറകൾ അനുഗ്രഹിക്കണം. 17:6 സദൃശവാക്യം 17:6 നമുക്ക് എഴുതിയേക്കുന്നത് എന്താണ്? തലമുറ മക്കൾ. ഓ, തല്ലി വളർത്തിയ മകൻ എഴുന്നേറ്റ് മാന്യനായി ജീവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി അവന്റെ കുഞ്ഞുങ്ങളെ അധികം ശിക്ഷിക്കുന്നതൊന്നും വരുന്നില്ല. ചെറുതായിട്ട് ശിക്ഷിച്ചൊക്കെ വളർത്തി മക്കളും ഒക്കെ ആയിട്ട് കിരീടം വെച്ചുകൊണ്ട് ഇന്ന് അടിക്കുന്ന അപ്പനെ എന്ത് ചെയ്യാത്ത അനുഗ്രഹമായിരിക്കും. തലമുറ കണ്ട് സന്തോഷിക്കാനായിട്ട് പറ്റുമെന്നുള്ള കൂടുതലൊരു വാക്ക് നിങ്ങൾ കണ്ടോ? 30:17 ഒരു വലിയ ശാപവാക്കാണ് ദൈവത്തിന്റെ വചനം മുകളിൽ വെച്ചിരിക്കുന്നത്. എന്താണ്? അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ കോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകി കുഞ്ഞുങ്ങൾ തിന്നുകളയുകയും ചെയ്യും. എന്താണ് ഇതിന്റെ ദൈവമാണ് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പനെ അനുസരിക്കാത്ത അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ കോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകി കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. ഇതിന്റെ അർത്ഥം എന്താ? ഈ മകൻ എന്ത് പറ്റുമെന്നാണ് സിമ്പിളി. അവൻ വല്ല അനാഥ പ്രേതമായിട്ട് വരും. ആരെയും തല്ലി ഒരു വരവുമാക്കി ഇവിടെ ഇടും. അല്ലെ? കണ്ണു കൊത്തി പഠിക്കും. പട്ടി അടിച്ചു കയറുന്ന രീതിയിൽ ജഡമായി പോകും. ഇങ്ങനെ വളർത്തി തള്ളയെ തല്ലി തന്തയെ തല്ലി പരിഹസിച്ച് വീട്ടിൽ നിന്നിറങ്ങി നടക്കുന്ന ഈ മകൻ എന്ത് സംഭവിക്കും? ഒടുക്കം ഇവൻ വഴിയിൽ പറ്റും. എന്താണ്? പ്രിയപ്പെട്ടവര്, അനേകര് കുഞ്ഞുങ്ങളെ ചൊല്ലി നിർവഹിക്കുക. വളർത്തുന്ന പ്രായത്തിൽ വളർത്തുന്ന കാര്യങ്ങളാണ് അറിയില്ല. ദൈവം എന്ത് ചെയ്ത് ആരും ഉപദേശം കൊടുത്തു. എങ്ങനെയോ തോന്നിയ പോലൊക്കെ ഏതാണ്ട് അരിഞ്ഞു വരുമ്പോൾ അടിയും കൊടുത്ത് കണ്ണുകുടിക്കിട്ട് അടിയും കൊടുത്ത് വൈരാഗ്യം മൂത്ത് അല്ലെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കുകയും ചെയ്യുന്നത്. കൈ കൊണ്ട് ഈ വടി കൊണ്ട് അടിക്കാൻ ഇത്രയും വടിയെ കുറിച്ച് പറഞ്ഞേക്കുന്നതിന്റെ അർത്ഥം എന്താണ്? സാധാരണ നമുക്ക് അടിക്കാൻ എളുപ്പമെന്നുള്ളതാണ്. ഞാനിപ്പോ അവസാനിപ്പിക്കും. എന്താണ് സാധാരണ എങ്ങനെ അടിക്കാനാണ് ഇഷ്ടം? അല്ലേ? അതിന്റെ അർത്ഥം വടി എടുക്കാൻ പോകാൻ പോലും എന്നാൽ അതുകൊണ്ടല്ലേ കൈക്കടിക്കുന്നേ. ഈ ഡിസൈപ്ലിംഗ് എന്ന് പറയുകയോ ചൈൽഡ് റെയറിംഗ് എന്ന് പറയുകയോ പേരന്റിംഗ് എന്നൊക്കെ പറയും. പക്ഷെ ഒരു വടി കരുതി വെക്കാൻ പോലുള്ള സാമാന്യ മര്യാദ ദൈവമക്കൾക്ക്. എന്നിട്ട് കുഞ്ഞിനെ തന്നെ കിട്ടുന്നിടത്ത് അടിക്കുക, പൊത്തോന്ന് അടിക്കും. അവൻ അങ്ങോട്ട് നാണക്കേടും ലജ്ജ. നിങ്ങൾക്കറിയാമോ ഈ കൈ എന്തിനുള്ളതാണ്? കുഞ്ഞിനെ തന്നെ കൈ എന്തിനുള്ളതാണ്? അവരെ തഴുകാനും അനുഗ്രഹിക്കാനും തലോടാനുമായിട്ട് ചെയ്യുന്ന കൈകൊണ്ട് അവരെ അടിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് കുഞ്ഞിനെ അടിച്ചിട്ട് നോക്കിയോ? നിങ്ങൾക്ക് തന്നെ കുറ്റബോധം വരും. ആ കുഞ്ഞിന്റെ ഉള്ളിൽ ഭയങ്കര വൈരാഗ്യമുണ്ട്. പക്ഷെ വടിക്കടിച്ചാൽ കുഞ്ഞിന് വൈരാഗ്യം. ശ്രദ്ധിച്ചു നോക്കി. വടി കൊണ്ട് അടിച്ചാൽ കുഞ്ഞിന് ഈ അടി കഴിയുമ്പോൾ എന്തിനറിയാമോ? ഈ കുഞ്ഞ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് കുശാനാ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുത്ത് അല്ലെ അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് മോനെ സന്തോഷിപ്പിച്ച് മോനെ എന്നാ അടിച്ചെന്നറിയാം എന്നൊക്കെ അവരോട് പറയുമ്പോൾ അവന്റെ സ്നേഹം ഡബിളായിട്ട് സ്നേഹം കൂടും.
അടിച്ചു വളർത്തുന്ന മകന് അപ്പനോട് ചേർന്നിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഇതുകൊണ്ട് ഞാൻ വീണ്ടും പറയട്ടെ, ശിക്ഷിക്കുന്നതിന് മുമ്പ് എപ്പോഴും ഒരു കാര്യമുണ്ട്. ദൈവം, ഞാൻ നാളത്തെ ക്ലാസ് മനസ്സിലാക്കും, ദൈവം ഒരു ശിക്ഷ വിധിക്കുന്നത്, ഒരു കോടതിയാണെങ്കിൽ ഒരു ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഏത് പ്രാകൃത കാട്ടുവർഗക്കാരുടെ ഒരു പ്രാകൃത കോടതിയിലായാൽ പോലും എന്ത് ചെയ്യും? ഒരു അക്യൂസർ വന്ന് എന്ത് ചെയ്യും? ആരോപിക്കും. എന്നിട്ട് ഇവന്റെ തെറ്റ് അവനെ എന്ത് ചെയ്യും? ബോധ്യപ്പെടുത്തും. നമ്മുടെ പിള്ളേരെ അടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മള് ശിക്ഷയ്ക്ക് വേണ്ടി ഒരു സമയം വേണം. അല്ലാതെ ഇപ്പം ഇടി പിടിയുന്ന ഈ കാര്യം സാധിച്ചു വേറെ വാക്യം നോക്കിക്കൊണ്ട് ഈ പരിപാടി നടക്കും. അപ്പൊ കുഞ്ഞുങ്ങളെ തെറ്റ് ചെയ്ത ചെറിയ തെറ്റ് എടുക്കരുതെന്ന് പറഞ്ഞൊരു സാധനം എടുത്താൽ അതിന്റെ അത് എടുക്കരുതെന്ന് ഏത് സാധനം എടുത്താൽ അന്നേരം ശിക്ഷ നടപ്പാണ്. അത് ഈ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ വിളിച്ചു കൊണ്ടുപോകും. ഇനി ഒരു പുറത്ത് റോഡേ പോകുകയാണെങ്കിൽ ഒരു പരിസരയിൽ കൊണ്ടുപോയി കിട്ടി വലിയ അധികം ആരും കാണാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് രണ്ട് അടിപ്പെട്ടു. ഒരു സമയത്തും ശിക്ഷ മാറ്റി വെക്കണം. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന പരിപാടി ശിക്ഷയ്ക്കകത്ത് പാടില്ല. അതുപോലെ ഞാൻ പറഞ്ഞു, തെറ്റ് അവരെ ബോധ്യപ്പെടുത്തി നിങ്ങൾ ചെയ്ത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് പറയണം. നാളെ ഞാൻ കൂടുതലായിട്ട് പറയും, ഈ തെറ്റ് ഏത് തെറ്റ് ശിക്ഷിക്കപ്പെടേണ്ടതാണെന്ന് അവനെ ബോധ്യപ്പെടുത്തും. ഇപ്പോൾ നിന്നെ ശിക്ഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ നിന്നെ ശിക്ഷിക്കാൻ ദൈവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിന്നെ ഞാൻ ശിക്ഷിക്കുന്നില്ല. ആര് നിന്നെ ശിക്ഷിക്കും? ദൈവം നിന്നെ ശിക്ഷിക്കും. അല്ലെങ്കിൽ ഈ ശിക്ഷയുടെ കോൺസിക്വൻസ് ഏതായാലും നീയോട് ചോദിക്കുന്ന ബോൾ എടുത്ത് നീ കയ്യാൽ വിദ്യയോട് എറിഞ്ഞാൽ ആ ബോൾ എന്ത് ചെയ്യും? തിരിച്ചു വരും. എവരി ആക്ഷൻ റിയാക്ഷൻ. അതുകൊണ്ട് ആക്ഷൻ റിയാക്ഷൻ നിയമത്തിലാണ് കുഞ്ഞിനെ നമ്മൾ ജീവിക്കുന്നത്. നീ വയലേഷൻ കാണിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിനൊരു റിയാക്ഷൻ ഉണ്ട്. അത് നീ ഉദ്ദേശിക്കുന്നതിനും ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് നിന്നെ ശിക്ഷിക്കുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് അന്നേരം അയ്യോ കൊത്തൊന്നൊക്കെ വെക്കും. ക്ഷമിക്കണ്ട, ഒരു ഇനി അടുത്ത പ്രാവശ്യം ഞാൻ അടിക്കുന്നു പറയേണ്ട ആവശ്യമില്ല. പ്രോക്രാസ്റ്റിനേഷൻ പാടില്ല. അവിടെ വിളിച്ചവരെ മാറ്റി നിർത്തി മറ്റേ കുഞ്ഞുങ്ങളെ മുന്നിൽ വെച്ച് വേറെ കുഞ്ഞിനെ അടിക്കരുത്. ആ കുഞ്ഞുങ്ങളെ അവനെ അടിക്കാനായിട്ട് ശിക്ഷ നടപ്പാക്കാൻ ഒരു സ്ഥലം വീട്ടിൽ കാണും, അവിടെ കൊണ്ടു. അപ്പൊ നമ്മൾ ആ സ്ഥലത്തോട്ട് പോകുമ്പോൾ തന്നെ അവന്റെ മനസ്സിൽ ഭയന്ന് ഇടിഞ്ഞ് അവൻ അനുഭവിക്കാൻ തുടങ്ങും. അവന്റെ ഹൃദയത്തിൽ ഭാവബോധം ഉണ്ടാവും. ആ സമയത്ത് അവനെ കർശനമായി ശിക്ഷിച്ച് അവനെ റെസ്റ്റെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ വിഷമം കൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ മുറിയിലൂടെ കയറിയിരുന്ന കണ്ണീരോടെ പ്രാർത്ഥിക്കും. നിശ്ചയമായിട്ടും ആ കണ്ണീരും ആ ശിക്ഷയും ഫലം തരാതിരിക്കുകയില്ല. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ഇത് ദൈവവചനമാണ്. നിങ്ങൾ ഈ കേട്ടത് ഉറപ്പിക്കുന്ന നാളെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യണം. നിശ്ചയമായിട്ട് തീരുമാനമെടുക്കുക. ഇന്നോട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നാളെ കഴിഞ്ഞ് തീരുമാനമെടുക്കുക, നടപ്പാക്കുക, അനുഗ്രഹിക്കപ്പെടുക. ദൈവനാമം